നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ ദൈവദാസന്മാരോട് ദൈവമക്കളോട് ചേർന്ന് പ്രത്യേകിച്ച് ദൈവമാക്കി വെച്ച അഭിഷേക്തൻ ദാസി കുഞ്ഞുങ്ങൾ, മാതാവ്, വേദിയിലായിരിക്കും ദൈവദാസന്മാർ, ദൈവമക്കളെല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. വൈകിട്ട് ഞാൻ സമയം ചോദിച്ചില്ല, കാരണം പോവുക എന്നുള്ളത് അച്ഛൻ കൈ കാണിച്ചാലും തിരിച്ച് 2 മണിക്കൂർ യാത്ര ചെയ്ത് ചെല്ലുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അവിടെ നാളെ രാവിലെ എന്തുണ്ട്? ആരാധനയുണ്ട്. കർത്താവ് നമ്മളെ അത്ഭുതമായി സഹായിക്കുന്നല്ലോ. എനിക്ക് നിങ്ങളോട് ചേർന്നായിരുന്നത് എനിക്ക് നഷ്ടമല്ല. വൈകിട്ട് പകലത്തേനേക്കാട്ടിലും ഒന്നുകൂടെ ആരാധനയിൽ ആത്മതലം ഒന്നുകൂടെ ഓപ്പണായി നിൽക്കുന്നത് കാണാനിടയായി. നല്ല കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഓർഗണൊക്കെ നല്ല സൂപ്പറായിട്ട്, എൻ്റെ ചിന്തയിലൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ ദൈവസഭയിലുള്ളത് അനുഗ്രഹം. അങ്ങനെയൊക്കെ പൊങ്ങി വരണം, അങ്ങനെയൊക്കെ ഉണ്ടാകണം. കുഞ്ഞുങ്ങളെയൊക്കെ മുന്നിൽ നിർത്തി എനിക്കും വിഷമമായി. ഇപ്പം ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒരു 3-4 കുഞ്ഞുങ്ങൾ ഇപ്പം +2 കഴിഞ്ഞ് പഠനത്തോടുള്ള ബന്ധത്തിൽ അവർ പോകുക. വിടാതിരിക്കാൻ ഒക്കുമോ? അപ്പം അവർ പോയേ ഒക്കത്തുള്ളൂ. അപ്പോൾ അവരാണ് വർഷിപ്പൊക്കെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലൊക്കെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ദൈവം നമ്മുടെ തലമുറകളെയൊക്കെ എന്ത് ചെയ്യട്ടെ. വയസ്സായവരൊക്കെ മാറട്ടെന്ന്. ഇനി ഇച്ചിരി കാലമല്ല ഉള്ളൂ. പിള്ളേരൊക്കെ കയറി വരട്ടെ, അല്ലയോ? ഈ ചെറുപ്പക്കാർ ആലയത്തിൽ വരുന്നത് കാണുമ്പോഴൊരു സന്തോഷം. ഈ പരസ്യങ്ങളെല്ലാം വയസ്സന്മാരെ വെച്ചാണോ എടുക്കുന്നേ? അല്ലെ വയസ്സന്മാർക്ക് വേണ്ടിയാണോ? ആരും വേണ്ട. പാസ്റ്റർ എന്തൊക്കെയായി പറയുന്നതെന്നാ ചിന്തിക്കുന്നത്. ചെറുപ്പക്കാരാ, അടുത്തൊരു തലമുറ എന്ത് ചെയ്യണം? ഈ ശുശ്രൂഷയ്ക്കാന്നേലും ഇതിനകത്തു നിന്നൊക്കെ ദൈവദാസന്മാർ, ദൈവമക്കൾ ഇറങ്ങണം. ചില ചിന്തിക്കുന്ന ഈ തോറ്റുപോയവനും പരാജയപ്പെട്ടവനും പറയും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നോക്കിയിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എടാ, ചെറിയ തീയുള്ള ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച 3-4 മീറ്റിംഗ് വേണ്ടാന്ന് വെച്ചു. 1000 കൂടുന്നൊരു സഭയെ വിളിച്ചിട്ട് പോലും എനിക്ക് പോകാൻ എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. അപ്പം ഇച്ചിരിയൊക്കെ തീ ഉണ്ടെങ്കിൽ ഇന്ന് തിരിയാൻ എന്തില്ല, സമയം കിട്ടത്തില്ല. ഈ തോറ്റവും പറയുന്നത് നോക്കരുത്. തോറ്റവും പറയുന്നത്, എനിക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. മൂത്തത് മോന്, ഇളയത് 2 പെൺകുഞ്ഞുങ്ങൾ. എൻ്റെ കൊതിയ അവർ 3 ദൈവവേലയിലോട്ട് എന്ത് ചെയ്യണം. ദൈവവേലക്കാരായിട്ട് എന്ത് ചെയ്യണം. ഇത്രയും ഭാഗ്യമുള്ള കാര്യം വേറെ ഒന്നുമില്ല. ഇത്രയും അനുഗ്രഹമുള്ള കാര്യം വേറെ ഒന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒന്ന് തീരുമാനമെടുക്കുവാണെങ്കിൽ അവരെ വിട്ടോണം. കാരിക്കോട് സഭ സ്പോൺസർ ചെയ്യണം അവരെ. ആരും മിണ്ടുന്നില്ല. പകലും പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ നിശബ്ദമായിരുന്നു. ഈ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താ, ഈ പൈസയുടെ കാര്യം പറയുമ്പോഴാണ് കൂടുതൽ സ്വോത്രം വരേണ്ടത്. സ്വോത്രം. പൈസയുടെ കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി ചെലവിടുന്ന കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യണം? കണ്ടോ, ഒരച്ഛനാ സ്തോത്രം പറഞ്ഞു. അത് നല്ല ശൈത്യക്കാ പറഞ്ഞ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ പറയണം. സ്തോത്രം. ഹല്ലേലൂയ. ആരെങ്കിലും ഒന്ന് തീരുമാനം എടുക്കുവാണെങ്കിൽ അവരെ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവവേലയ്ക്ക് എന്ത് ചെയ്യണം? വിടണം. അവരുടെ ചെറുപ്രായത്തിൽ അവർ പോയി എന്ത് ചെയ്യട്ടെ? ഇവിടുന്ന് കാരിക്കോടൊന്ന് ദൈവദാസന്മാർ എഴുന്നേക്കട്ടെ, ശക്തന്മാർ എഴുന്നേക്കട്ടെ. ഹല്ലേലൂയ. ഈ ദേശം നമ്മളെ വിഴുങ്ങത്തില്ല, ഈ ദേശത്തെ നമ്മൾ വിഴുങ്ങും. ഹല്ലേലൂയ. ഒരന്ധകാരവും നമ്മളെ വിഴുങ്ങത്തില്ല. അന്ധകാരങ്ങളെ വിഴുങ്ങത്തക്ക രീതിയിൽ ഒരാത്മമണ്ഡലം ചലിച്ചു നിൽക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ വായിച്ച വാക്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്ന് വായിച്ച് വേഗം കർത്താവ് തന്ന ദൂതുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗം ഇന്ന് പകൽ ആ സിസ്റ്റർ അത് കറക്റ്റ് വായിക്കാനിടയായി. അതൊരു വലിയ സന്തോഷമായി. ലാസ്റ്റ് ഭാഗം ഒന്ന് വായിച്ചാട്ടെ. എങ്ങനെയും വായിച്ചാൽ മതി. അമ്മയുടെ ഗർഭത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഇനി 39-ാം വാക്യം വായിച്ചാട്ടെ. 39 അതിൻ്റെ തന്നെ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു സെക്കരിയാവിന്റെ വീട്ടിലെത്തി എലിശബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മതി. ദൈവമക്കളെ ശ്രദ്ധിക്കണം. ഇനി വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഞാൻ പകൽ ഓർപ്പിച്ചതുപോലെ ഞാനൊരു ശുശ്രൂഷകനോ ഞാനൊരു പ്രസംഗകനോ അല്ല. ഞാൻ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണ്.
ദൈവശബ്ദം അതുപോലെ നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. സ്തോത്രം. ഒരു വെള്ളത്തിൻ്റെ മേൽ സ്പോഞ്ച് ഇട്ടാൽ ഇച്ചിരി കഴിയുമ്പോൾ വെള്ളം അവിടെ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. അതിനെ അബ്സോർബ് ചെയ്ത് എന്ത് ചെയ്യും, എടുക്കും. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ നിങ്ങൾ ചലിച്ചാൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുന്നതോട് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെങ്കിൽ ഈ കുളം കലങ്ങുന്ന സമയം ഏതാണെന്ന് എന്ത് ചെയ്യത്തില്ല. മനസ്സിലായോ? 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 കുളം കലങ്ങുന്ന സമയം അറിയത്തില്ല. അത് സെൻസ് ചെയ്തോണം. ഈ ശക്തമായ ഏകാഗ്രതയാണ് നമുക്ക് വേണ്ടത്. ശക്തി ആത്മമണ്ഡലത്തിൽ ദൈവദാസന്മാർ ഒത്തിരിയുണ്ട്, ദൈവമക്കൾ ഒത്തിരിയുണ്ട്. ഈ നമ്മൾ ദൈവവുമായിട്ട് കണക്റ്റ് ആകുക, നമ്മളും ആത്മതലവുമായിട്ട് എന്ത് ചെയ്യുക, കണക്റ്റ് ആകുക. എടാ, ഒരു വ്യക്തി 1000 തന്നാൽ നിന്റെ ബുദ്ധിമുട്ട് മാറത്തില്ല. ഒരു വ്യക്തി ഇച്ചിരി സഹായങ്ങൾ ചെയ്താൽ നമ്മുടെ പ്രയാസം മാറുമോ? കർത്താവ് അങ്ങോട്ട് തുറക്കണം. ഇന്ന് രാത്രി 14 രാത്രി ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ ചിന്തിക്കും, ചിലർ എൻ്റെ ദൈവമേ ഇവരുടെയൊക്കെ പുറകെ പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ പുറകെ നടന്ന ഇപ്പൊ രാജാക്കന്മാരായനെ. സ്തോത്രം 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 സ്തോത്രം. എടാ, ലോകം 1000 തന്നാൽ 10,000ൻ്റെ പണി നമ്മളെ കൂടി ചെയ്യിക്കും അല്ലേ? 1000 രൂപ തന്നാൽ 10,000ൻ്റെ പണി എന്ത് ചെയ്യും? അവൻ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ചെയ്യിക്കും. എന്നാൽ സ്വർഗം അങ്ങനല്ല, സ്വർഗം അങ്ങനെയല്ല. ഇന്ന് രാത്രിയിൽ ഒരു ദൂത് ഞാൻ റിലീസ് ചെയ്ത് പറയുക, അമർത്തി കുലുക്കി തരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക്. ചില ചിന്തിക്കും ഇന്നതേ ചോദിക്കാവോ, അങ്ങനെയൊന്നുമില്ല ദൈവമക്കളെ. എന്തും നിങ്ങൾ ചോദിച്ചോ, കർത്താവിന് ഒരു വിഷയം എന്തില്ല, ഇല്ല, വിഷയമൊന്നുമില്ല. ഈ വെള്ളത്തിന്റെ മീതെ നടക്കുന്നത് എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണോ? ആണോ? വെള്ളത്തിന് മീതെ നടക്കുന്നത് എന്തെങ്കിലും ഗുണമുള്ളതാണോ? പക്ഷെ യേശു നടന്നപ്പം പത്രോസിനും തോന്നി, എനിക്ക് വെള്ളത്തിന്റെ മീതെ ഒന്ന് നടന്നാ. തൻ്റെ ഭക്തന്മാരുടെ നല്ല ആഗ്രഹങ്ങളെ അറിഞ്ഞ് ദൈവം എന്ത് ചെയ്യൂ? വെള്ളത്തിന് മീതെ നടന്നുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ പത്രോസിന്? ഒന്നും നടക്കാമെന്നേ ഉള്ളൂ. പക്ഷേ യേശു നടന്നപ്പോൾ തൻ്റെ അകത്തൊരു കൊതി, എനിക്ക് ഒന്ന് നടന്നാൽ എന്ത് ചെയ്യുക? ഹല്ലേലൂയ. ഭർത്താവ് പറഞ്ഞു, എടാ ഇറങ്ങടാ, ഞാൻ നടന്നെങ്കിൽ നിനക്കും എന്ത് ചെയ്യുക? അങ്ങനെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ഞാൻ ചെയ്തതിലും അധികം കർത്താവ് ചെയ്തെങ്കിൽ. ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തി എപ്പോഴും വായിക്കും. എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് കൊടുക്കുന്നത് എന്ത് ചെയ്യാ? പണ്ടൊരു ചെറുക്കൻ പറഞ്ഞ പോലെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോഴാ എന്നെ എടുത്ത് കെൻറ്റിലിടാൻ എനിക്ക് തോന്നുന്നേ. മിണ്ടുന്നില്ല. ഇത് നമ്മൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ അങ്ങ് കമ്പയർ ചെയ്ത് ഞാൻ വലുതാണെന്ന് എന്ത് ചെയ്യാ? ഇവിടെ ഈ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ഒരു 100-ലൊന്നുണ്ടോ? നമ്മളിലൂടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? പിന്നെ മാങ്ങ നിറഞ്ഞ മാവേൽ എറിയുമ്പോൾ എന്ത് ചെയ്യുക? എവിടോ ഒരു മാങ്ങയുടെ ഞെടുപ്പേൽ എന്ത് ചെയ്യുക? ഉന്നം വെച്ചത് വേറൊന്നിനാ. ആ ഞെടുപ്പെ കൊണ്ട് എന്ത് ചെയ്യുക? അല്ലയോ? ഞാൻ പലപ്പോഴും ഇങ്ങനെ അങ്ങ് അത്ഭുതപ്പെടാറുണ്ട്. ഒരു സ്ത്രീയുടെ മുമ്പിൽ യേശുവിനെ തള്ളി പറഞ്ഞവൻ ആര്? ലോകം മുഴുവൻ അവനെ നോക്കി പറയാം, നട്ടലില്ലാത്തവനെന്നാ പറയുന്നേ. കണ്ട, സ്ത്രീയുടെ മുമ്പിൽ എന്ത് ചെയ്യുക? 3.5 വർഷം നടന്നിട്ടും അവൻ എന്തില്ലായിരുന്നു? അവൻ ആ വിളി കേട്ടെങ്കിലും അവനങ്ങ്, സത്യമല്ലേ, തെറ്റവൻ്റെ ഭാഗത്തല്ലേ? നിങ്ങളെയും കുത്തും ഞാനും കുത്തുമെന്നാന്നോ? അല്ല, ആരെയും കുത്തണ്ട. നമ്മൾ ഒന്നുകൂടെ ഒരു പടിയുടെ ദൈവത്തോട് എന്ത് ചെയ്താൽ മതി? ബൈബിളൊക്കെ താത്തു വെച്ചോ. ഞാൻ ഇനിയും ബൈബിൾ വായിപ്പിക്കത്തൊന്നുമില്ല. ഇനി അത്യാവശ്യം പറഞ്ഞാൽ എന്ത് ചെയ്തേ ഉള്ളൂ? നിങ്ങളൊന്ന് ഫ്രീ ആയിരുന്നു, ഈ ഫ്രീ ആയിരുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ ആത്മമണ്ഡലത്തിൽ ഒന്ന് എന്ത് ചെയ്താൽ മതി. ഇനി എനിക്ക് നിങ്ങളുടെ സ്തോത്രവും വേണ്ട, അന്യഭാഷ എന്ത് ചെയ്യണ്ട. അങ്ങനൊന്നും കൊതിയില്ല, അങ്ങനൊന്നും എന്തില്ല, കൊതിയില്ല. കർത്താവിന് കൊടുക്കേണ്ടത് എന്ത് ചെയ്താൽ മതി. കോവിഡ് വന്നപ്പം വന്ന ഗുണം അതാ. ഈ കഴിഞ്ഞ ദിവസം വൈഫ് എൻ്റെ കൂടെ പവർ വിഷനിൽ വന്നു. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെ ഒക്കുമെന്ന് ചോദിച്ചു. കാരണം ഒരു ക്യാമറയുടെ മുമ്പിൽ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞു, എടാ ദൈവ സാന്നിധ്യം അങ്ങ് ഇറങ്ങുമല്ലേ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? അപ്പൊ അതുകൊണ്ട് ഒരു സ്തോത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആരാധനയുടെയോ ഒരു അന്യഭാഷയുടെ ഒരു കൊഴുപ്പൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ആത്മതലത്തിൽ കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് റിലീസ് ചെയ്താ. എൻ്റെ കൊതി എന്താണെന്നറിയാമോ? ഈ കൈയടിക്കുന്നതും ബഹളം വെക്കുന്നതും മാത്രം. ചിലരൊക്കെ കിടന്ന് ഉരുളണം, ചിലരൊക്കെ ആലയത്തിന് ചുറ്റും ഓടണം. ഈ പാലിന് തീ പിടിച്ച കുറുക്കന്മാരെ പിന്നെ പിടിച്ചു കെട്ടാനൊക്കുവോ? ഇത് നമ്മുടെ ഞാൻ പകൽ ഓർപ്പിച്ചതുപോലെ എല്ലാം സ്റ്റാൻഡേർഡാ, എല്ലാം എന്താണെന്നറിയോ? ഒരു സിസ്റ്റമാ. അതുകൊണ്ട് കർത്താവിന് ഇറങ്ങാൻ ഒക്കുന്നില്ല.
ഒരു ദൂത് കേൾക്കുമ്പോൾ 3 കൈയടിക്കുക, ഒരു ശബ്ദം ഉയർത്തുക എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തേക്കുക? പതിഞ്ഞേക്കുക. അങ്ങനൊന്നും അല്ല ദൈവമക്കളെ. എന്തെങ്കിലും നിന്നോട് കണക്റ്റഡായ എന്തെങ്കിലുമൊക്കെ നീ വിളിച്ചു ദൈവസന്നിധി പറയണം, എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കണം. ഓ റിബല കസിയ, ആത്മാവ് നിന്നോട് ചാടാനാ പറയുന്നെങ്കിൽ, ആത്മാവ് നിന്നോട് ഓടാനാ പറയുന്നെങ്കിൽ, ആത്മാവ് എന്തെങ്കിലും റിലീസ് ചെയ്യാനാ പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ അതിന്റെ വിടുതൽ നിശ്ചയമാ. Abala sandaraja la dada adamana sandarajana hatana bara bala adama sandarajana gadaga siyandara bauda adana kaba sandara adini hamba batana adana ലേറ്റത്താല ജയ. അപ്പൊ ഈ ദൂതൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കുളത്തിലോട്ട് എന്ത് ചെയ്യൂ? ഇറങ്ങും. അപ്പൊ ഇറങ്ങുമ്പോ ക്യാൻസർ 4th സ്റ്റേജ് ആയോ വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പറയുമോ? ഇല്ല. പ്രതീക്ഷയില്ലാത്തവൻ ഇറങ്ങണ്ടെന്ന് പറയുമോ? ആരിറങ്ങുന്നു? എടാ, കർത്താവിന് 5000 50,000 വിഷയമല്ല, ദൈവത്തിന് 50,000 5 ലക്ഷവും വിഷയമല്ല, ദൈവത്തിന് 5 ലക്ഷവും 5 കോടി വിഷയമല്ല. ഇന്ന് രാത്രിയിൽ ആത്മനദിക്കകത്തോട്ട് നീ ഇറങ്ങിയ എന്റെ ദൈവത്തിന് ഒന്ന് 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 വാ. ഓ രബല ബലബ ശാന്തരാജാര. Arama shandana garaba sadana raudaba lagadana raudaba adamana shadana baudaba lagasiyatana baudaba rabasandana adara. ഓ രേദാല ജയം. അപ്പം വീട് വിട്ട് നാട് വിട്ട് ഇങ്ങനെ ഇറങ്ങി കുളക്കരയിൽ വരുന്നത് കിടക്കുന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ. എന്താ ഉള്ളേ? ഓ ഒന്ന് വിടുതൽ എന്ത് ചെയ്യണം? ഓ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ കൊതി അതായിരിക്കണം. എൻ്റെ കർത്താവേ, നിന്റെ ഒരു സ്പർശനം എനിക്ക് വേണം, നിന്റെ ശബ്ദമൊന്ന് വേണം. ഊഹാപോഹങ്ങളിൽ പോകരുത്. ആരെങ്കിലും പറഞ്ഞ ദൂതിൽ പോകരുത്, ആരെങ്കിലും കേട്ട ദൈവശബ്ദത്തിൽ പോകരുത്. ഇന്ന് ദൈവം എന്നോട് രാത്രി പറയുന്നു, ആത്മലോകം ചിലരുടെ മേൽ തുറക്കപ്പെടാൻ പോവുക. നിങ്ങൾ ദൃശ്യലോകത്തെ കാണുന്നത് പോലെ അദൃശ്യ ലോകത്തെ കാണാൻ പോവുക. ഓ രമനഘടക ധനഗജനഘടക ധനഘടക ധനിയമ്പ രഘടകദിനി അന്ധര ദിനഘടകസിയ അന്ധക്കവനഘടക ധോനിയമ്പ ബക്കാരിയമ്പ ഭാരഘടകസിയ. ദൈവ പവറിനെ ഞാൻ റിലീസ് ചെയ്യുക, ദൂതന്മാരുടെ ശുശ്രൂഷയെ റിലീസ് ചെയ്യുക, ഓ പരിശുദ്ധാത്മാവിനെ റിലീസ് ചെയ്യുക, കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവശക്തിയെ റിലീസ് ചെയ്യുക. അഭിഷക്തന്മാർ അസാധാരണ മണ്ഡലത്തിൽ ചലിക്കാൻ പോവുക. ഓ വെളിപ്പാടിനകത്തേക്ക്, ഓ ദൈവിക ശക്തിക്കകത്തേക്ക്. ഓ രമ ഖമ നക ബദ നരബ ധന കഥനബ Aramana kabana garabatana bauda bala gadagasia andara gadagadana gajana gadagasia dana bauda. Oh ribala bala bauda bara 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 vasada bara bara. Oh ribala bauda. വേദപഠിതാക്കൾ പറയുന്നത് പുതിയ നിയമത്തിലെ ഏറ്റവും ആ കാലഘട്ടത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ ലൂക്കോസ് ആയിരുന്നാണ് പറയുന്നത്. ഏറ്റവും വിദ്യാഭ്യാസമുള്ള നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസാണ്. അല്ല, ഏറ്റവും ഒരു വൈദ്യനായിരുന്നു ഇവൻ. ഏറ്റവും എന്തായിരുന്നു? വിദ്യാഭ്യാസമുള്ള. എന്നാൽ ഒരു അനുഭവം ഞാനിങ്ങനെ വായിച്ചപ്പോൾ എന്നെ അതൊന്ന് ബലപ്പെടുത്തി. ഈ വൈദ്യൻ പൗലോസിൻ്റെ ഒരു പേഴ്സണൽ, ആ കുടുംബത്തിൻ്റെ ഒരു പേഴ്സണൽ ഡോക്ടറായിരുന്നു. ഈ ശൗലിനൊരു വന്ന മാനസാന്തരം ദൂരത്തുനിന്ന് ആര് കണ്ടു? ഒന്ന് നോക്കി കാണുക. ആര്? ഈ ലൂക്കോസ്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെ പുറകെ ആരും പോന്നു. അതാ സുവിശേഷം. എന്നെ കാണുന്നവർ എൻ്റെ പുറകെ വരണം. അതോ എബിപ്പാസ് കൂടുന്നിടത്ത് ഞങ്ങൾ വരുന്നില്ലെന്നാണ് പറയുന്നേ. രജതാല ജയ. ഒരു മെഴുകുതിരി കത്തിക്കാൻ ഇച്ചിരി പാടൊക്കെയാ, പ്രത്യേകിച്ച് ഈ തണുത്ത തീപ്പെട്ടി ആന്നേലൊക്കെ ഇച്ചിരി പ്രയാസമൊക്കെയാ. ഇപ്പം മെഴുകുതിരി പോട്ട് തീപ്പെട്ടി പോട്ട് പിള്ളേർക്കൊന്നും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പക്ഷേ ഈ തീ കത്തിച്ച മെഴുകുതിരി കെടാതിരിക്കണമെങ്കിൽ അതിനെക്കാട്ടി പാടാ. ഓ ശിവനകതന ഭരകതനകരകസിയാന്തന ബൗഢ. ഈ ഞാൻ ഇവിടുത്തെ ദൈവമക്കൾക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം, ലിജിൻ സാറിനെ കുടുംബത്തിനായി സ്തോത്രം. നിങ്ങൾ ഇത്ര ഉപവസിക്കുന്നല്ലോ, പൂർണ്ണമായിട്ട് ഉപവസിക്കുന്ന 1 ഡസനോളം ആൾക്കാരുണ്ട്. അതൊക്കെ ദൈവസഭയ്ക്ക് വലിയ അനുഗ്രഹമാണ്. അതിൻ്റെ ശ്രേഷ്ഠത വലുത് തന്നെയാണ്. ഈ ദൈവത്തിൻ്റെ കൂടെ വസിച്ച തൊക്കങ്ങ് പ്രകാശിക്കും കേട്ടോ. ഈ ഒരു കുട്ടിക്കൂറയ്ക്കും തരാത്ത ചൈതന്യം 21 ഇരുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ മോഹമൊക്കെ അങ്ങ് തെളിയും. പിന്നെയും കരിവാളിച്ചാന്ന് എവിടോ ഡൗട്ടുണ്ട്, എവിടോ വിഷയമുണ്ട് കേട്ടോ. ഈ ഉപവാസത്തിൽ നടക്കുന്നത് അങ്ങ് തെളിച്ചമാ. ആ കുട്ടിക്കൂറ മേടിക്കുന്ന പൈസ സ്വോത്രാഴ്ച പാത്രത്തിൽ കൊണ്ടിട്ടേക്കണം. ആ ക്രീം മേടിക്കുന്ന പൈസ ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് ഒന്നുകൂടെ സ്വോത്രം ചെയ്തോണോ, ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചോണോ.
ഇത് മനസ്സിലാകാതെ പുറകിൽ ചിലരെന്നെ അന്തം പിടിച്ച് നോക്കുക, കണ്ണു തള്ളി ഇങ്ങനെ നോക്കുക, എന്തൊക്കെയായി പാസ്റ്റർ പറയുന്നതെന്ന്. കൂടെ നിന്ന് വന്നാലേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഏതെങ്കിലും കുട്ടിക്കൂറെ പിടിച്ചോണ്ട് നിൽക്കും. പ്രസംഗം കഴിയുന്നവരെ അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനല്ല, കൂടെ ചലിച്ചു കയറി വന്നോണ്. ദൈവത്തിന്റെ കൂടെ ഒരു ഭക്തൻ കുറച്ചു ദിവസം വസിച്ചപ്പോൾ അവന്റെ ത്വക്ക് പ്രകാശിച്ചെങ്കിൽ നമ്മൾ 21 മാത്രമല്ല വസിക്കുന്നത്, ഓരോ സെക്കൻഡ് ദൈവത്തിന്റെ കൂടെ വസിക്കുക. ദൈവത്തിന്റെ മന്ദിരങ്ങളാ നമ്മൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുക. ഓ റബാല ശതന ഘടകസിയ, ഒരു ഉപവാസത്തിൽ മാത്രമല്ല കേട്ടോ, ദിനംതോറുമുള്ള ജീവിതത്തിൽ കർത്താവിനോട് അടുത്ത് വസിക്കുന്ന ഇന്ന് രാത്രി അന്ധകാര കെട്ടുകൾ അടിയണം. ശരീരത്ത് വ്യാപരിക്കുന്ന അശുദ്ധാത്മാക്കൾ ഇറങ്ങിപ്പോകണം. നിന്റെ മേൽ ഭയമിട്ട്, നിന്റെ മേൽ ഭീതിയിട്ട്, വല്ലാത്ത ഇരുളുകളിട്ട്, നിന്റെ ഉറക്കത്തെ പോലും തടഞ്ഞു വ്യാപരിക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയുക. ഓ റബലഘടകസിയ, കുടുംബത്തിലേക്ക് വരുന്ന നന്മകളെ വഴിമാറ്റി വിടുന്ന ശത്രുവിന്റെ പോരുകൾ തകരണം. കാരണമില്ലാതെ ഭവനങ്ങൾക്ക് അകത്ത് വെളിപ്പെടുന്ന കലഹങ്ങൾ, കാരണമില്ലാതെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്ന ദാരിദ്ര്യങ്ങൾ, അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാവിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ഒന്നിച്ചാർപ്പിടുമ്പോ, ദൈവസഭ ഒന്നിച്ച് സ്തുതിക്കുമ്പോ അത് അഴിഞ്ഞു മാറി ദൈവത്തിന്റെ വിടുതലോ. സന്തരാജ ഹന്തര ഹമാന സന്തര ജാനക സന്തര ജനാദിയ അടമ സന്തര ജാന ഹന്തനക ജനഘടകസിയ. ഓ ദൈവം തന്നെ പറയുന്നുണ്ട്, മോശ ആരാ? മോശ ആരാ പറ. മോശയെ പോലും സൗമ്യനുണ്ടോ? അയ്യോ, ഞാൻ എൻ്റെ കണ്ണ് തെളിച്ചു നോക്കിയിട്ട് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ദൈവം പറയുക മോശ ആരാ? സൗമ്യന. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ദൈവമേ, ഇവൻ ഈ കാളക്കുട്ടിയെ അരച്ചെന്ത് ചെയ്തെന്നറിയാമോ? വെള്ളത്തിൽ കലക്കി ആരെ കുടിപ്പിച്ചു. അപ്പൊ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, നിന്റെ കണ്ണല്ലടാ എൻ്റെ കണ്ണ്. ഇന്ന് രാത്രി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് പോലെ അല്ല ദൈവം ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നു? എത്ര കോപം വന്നാലും ഇതുവരെ അരച്ച് കലക്കി ആരെയും കൊണ്ടേലും കുടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മോശ ആ കാളക്കുട്ടി അരച്ച് കലക്കി ഇസ്രായേൽ മക്കളെ കുടിപ്പിക്കുന്നു. അത്ര ദേഷ്യം തന്നിൽ നിന്ന് പുറത്തു വന്നെങ്കിലും ദൈവം പറയും, എന്റെ ദാസേ, മോശ അവനെ പോലെ സൗമ്യനായ ഒരു മനുഷ്യനില്ല. ഇന്ന് രാത്രി പൈശാചിക മണ്ഡലങ്ങൾ ഒന്നിച്ച് നിന്റെതിരെ ആരോപണം ഉയർത്തിയാലോ, അല്ല നിന്റെ കൂട്ടുവിശ്വാസികൾ നിനക്ക് നേരെ തിരിഞ്ഞാലോ, ഇന്ന് രാത്രി ദൈവമുഖത്തേക്ക് നോക്കി, അപ്പച്ചാ നീ എന്നെ എങ്ങനെ മനസ്സിലാക്കുന്നേ? നീ എങ്ങനെ എന്നെ അറിയുന്നേ? നീ എങ്ങനെ? ഓ രബലബലബലബല ശന്തരാധരാധര അടമനവ സന്തരാജാന ഹതന ബാല 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 ഊടബാല ബസന്തരാജന ദീരികതന ഘടകസിയ. അപ്പൊ ഞാൻ ഈ ഉപവാസത്തെ കുറിച്ച് പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോഴായി മോശയുടെ കാര്യം ഒന്ന് തൊട്ടെ. ഞാൻ അത്ഭുതത്തോടെ കാണുന്ന ഒരു മനുഷ്യനായി മോശ. ഈ ദൈവഭക്തൻ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് ദൈവത്തോട് മുഖാമുഖം എന്ത് ചെയ്തു? ഞാൻ കൊതിക്കൂ, എൻ്റെ ദൈവമേ നീ എന്നോടൊന്നും മിണ്ടിയാ കൊള്ളായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായി? ഈ ദൈവശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്നോട് ഒരു ദിവസം രാവിലെ ഞാൻ കേൾക്കുന്നത് ദൈവശബ്ദം എന്താണെന്നറിയാമോ? എന്നാൽ അവരിൽ മിക്ക പേരിലും എന്ത് ചെയ്തില്ല? ദൈവം എന്ത് ചെയ്തില്ല? എൻ്റെ ദൈവമേ, അന്നത്തെ മീറ്റിംഗ് ക്യാൻസലാക്കി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ റൂമിലിരുന്ന് കരയാൻ തുടങ്ങി. എടാ സ്വർഗത്തിൽ പോയില്ലേ, കാര്യമുണ്ടോ? പിന്നെ ഞാൻ വാക്യം തപ്പുക, എനിക്ക് വാക്യം കിട്ടുന്നില്ല. വാക്യം എന്ത് ചെയ്യുക? ഞാൻ ഓർത്ത് ആദ്യം എബ്രായ ലേഖനത്തിലാണ് ഓർത്ത്. എബ്രായ ലേഖനം മുഴുവൻ വായിച്ചു. ആരോടെങ്കിലും പറയാൻ നോക്കുമോ പാസ്റ്റർക്ക് വാക്യം അറിയത്തില്ലെന്ന്? അപ്പം ഞാൻ തന്നെ വൈഫിനോട് പോലും പറയാതെ എബ്രായ ലേഖനം എന്ത് ചെയ്തു? വായിച്ചു. പിന്നെ അവളോട് ചോദിച്ചു, അവൾ പറഞ്ഞു റോമാലേഖനത്തിൽ കാണുമെന്ന്. അപ്പോൾ റോമാലേഖനം മുഴുവൻ എന്ത് ചെയ്തു? ലൈവ് പോവുക, എന്നാലും കുഴപ്പമില്ല. റോമാലേഖനം കർത്താവ് വായിപ്പിച്ചായിരിക്കും. പിന്നെ കൊരിന്ത്യ ലേഖനത്തിലോട് കയറിയപ്പോഴാ ഈ വാക്യം എൻ്റെ മുമ്പിൽ എന്ത് ചെയ്തേ? വെളിപ്പെട്ടെ. ചിലരെ ദൈവം അങ്ങനെ വായിപ്പിക്കും കേട്ടോ. എത്ര നാളായി ബൈബിളൊന്ന് വായിച്ചിട്ട്. കുഞ്ഞുങ്ങളുടെ കൂടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ സങ്കീർത്തനം തിരിച്ച് 2 വാക്യം പറയുന്നതല്ല. ഈ ഉപവാസത്തിൽ നടക്കേണ്ടത് എന്താണെന്നറിയാമോ? വചനധ്യാനത്തിലേക്ക് സഭ മടങ്ങി വരണം.
പ്രാർത്ഥനയിലേക്ക് ദൈവസഭ മടങ്ങി വരണം. ഒരു ദിവസം കുറഞ്ഞ 5 അധ്യായങ്ങളെങ്കിലും നിങ്ങൾ വചനത്തിന്റെ മുൻപാകെ ഇരുന്ന് ചില മണിക്കൂറുകൾ അന്യഭാഷ പറയുന്ന ഒരു ദൈവസഭയിൽ എഴുതേക്കണം. ആത്മലോകത്തെ തുറക്കാൻ അന്യഭാഷ എന്ന ആ കീക്കേ കഴിയത്തുള്ളൂ കേട്ടോ. ആത്മലോകത്തെ തുറക്കാൻ അന്യഭാഷ എന്ന താക്കോലിനെ കഴിയത്തുള്ളൂ. മണിക്കൂറുകൾ അന്യഭാഷ പറയുന്ന ഒരു തലമുറ ഇതിനകത്തൂന്ന് എഴുന്നേക്കണം. റമനഘടക ശ്രീയന്തര രൗഡ. രാവിലെ എഴുന്നേറ്റ്, ആരും എഴുന്നേക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് മുറ്റത്ത് നടന്ന്, പെരക്കകത്ത് നടന്ന് 1 മണിക്കൂർ ഒന്ന് അന്യഭാഷ പറഞ്ഞേ. നിന്റെ ജീവിതം വിടുതലായി മാറും. നിന്റെ ജീവിതം ആത്മലോകത്തെ ദൈവസഭയുടെ മേൽ തുറക്കുകയാ. ആത്മലോകത്തെ ദൈവസഭയുടെ മേൽ തുറക്കുകയാ. ആത്മലോകത്തെ ദൈവസഭയുടെ മേൽ തുറക്കോ. പ്രാപിക്കുക. Take it, take it, take it. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പൊട്ട വണ്ടിയോടും പൊട്ട വീടിനോടും പൊട്ട ഡ്രസ്സിനോടും ഒക്കെ ആ ശത്രുവിന് പോരാട്ടം അന്നും അല്ലെന്നേ. ഇന്നാളൊരു അച്ഛൻ പറയാം, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ആർഭാടകമായി നടന്ന പിശാചിന് പോരാന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ ഇച്ചിരി ദിവസം മുമ്പ് പത്രം തിരിച്ചേ 200 കോടിക്കാ ഒരു കൊച്ചിൻ്റെ കല്യാണം എന്ത് ചെയ്തേ. 200 കോടിക്ക് കല്യാണം നടത്തിയപ്പോഴേ ഇവിടെ അച്ഛൻ 1000 പേർക്ക് ഊണ് മേടിച്ച് തികഞ്ഞുമില്ല. ഒരു വിധത്തിൽ എത്തിപ്പറ്റി ദൈവദാസന്മാർ കൊടുക്കേണ്ട പോലെ ഒന്നും കൊടുത്തുമില്ല. എന്നിട്ട് അച്ഛൻ അങ്ങ് നെകളിക്കുക. എന്തൊരു എന്നോട് വന്ന് 2 അഭിപ്രായം പറയാനാ. മിണ്ടുന്നില്ല. എടാ, പൈശാചിക മണ്ഡലങ്ങളിൽ നിയന്ത്രിക്കപ്പെടുന്ന 200 കോടിക്ക് എന്ത് ചെയ്തേ? എത്ര പേർക്ക് മനസ്സിലാകുന്നു? നിന്റെ കല്യാണത്തോടൊന്നും അല്ല പോര്, നീ വീട്ടിൽ വെക്കുന്ന ആഹാരത്തോടൊന്നും അല്ല പോര്, നീയും ദൈവവുമായുള്ള ബന്ധത്തോടാ പോരാട്ടം. പ്രാർത്ഥിക്കാത്ത നിന്നോട് എന്തോ പോരാടാനാ. കഴിഞ്ഞ ഞായറാഴ്ച ബൈബിൾ കൊണ്ടുവച്ചിട്ട് ഇന്ന് രാത്രി വന്ന നിന്നോട് എന്തോ ശത്രുവിന് പോരാടാനാ. അവന്റെ കൈക്കകത്താ നീ, അവന്റെ കൈക്കകത്താ നീ. അവന്റെ മടി കിടന്നുറങ്ങുക. അഭിനയങ്ങൾ നിർത്തിക്കാതെ, അഭിനയം നിർത്തിക്കാതെ. അവന്റെ മടി കിടന്നുറങ്ങുന്ന നിന്നോട് ശത്രുവിന് എന്തോ പോരാടാനാ. എന്നാൽ ഇതിന്റെ പുറകിൽ ആത്മമണ്ഡലത്തെ ചലിപ്പിക്കുന്ന ചിലരുണ്ട്. ആത്മമേഖലയെ തുറന്നു വിടുന്ന ചിലരുണ്ട്. അധികാരത്തെ തുറക്കുന്ന ചിലരുണ്ട്. ദേശത്തെ തുറക്കുന്ന, ദേശത്തിന്റെ വാതിലിനെ തുറക്കുന്ന. രാമ ശാന്തന ഖാരവ ആടവ സന്തന ചാല. വീട് വെക്കുമ്പോൾ വീട്ടുപേരൊക്കെ ചിലർക്കൊക്കെ വീട്ടുപേരെന്ന് പറഞ്ഞില്ലേ ഒരു സന്തോഷക്കുറവാ. എടാ, വീട്ടുകാർ പോലും വീട്ടിൽ കയറത്തില്ലായിരുന്നു. ഇപ്പോഴല്ലേ വീട്ടുപേര് വന്നേ. എത്ര പേർക്ക് മനസ്സിലായി? രൈത്തൻ ജയമെടുക്കുന്നു. എൻ്റെ പേരിൻ്റെ ഇനീഷ്യലൂടെ എന്ത് ചെയ്തില്ല. ചിലർക്ക് അതിലൊക്കെ അസ്വസ്ഥത. പിശാചിന് അതൊന്നും ഒരു വിഷയമല്ലെന്ന്. വലിയ വീട്ടിലോ കൊച്ചു വീട്ടിലോ പുളിമൂട്ടിലോ എന്തുവലും ഒക്കെ ആട്ടെ, അതൊന്നും ദൈവത്തിന് അത് പിശാചിന് അതങ്ങാണ് വിഷയമാണോ? ശിംശോനോട് വന്ന് ചോദിച്ചോ, നീ ഏത് വീട്ടിലെയാന്ന് ചോദിച്ചോ? നിന്റെ അപ്പൻ ആരാന്ന് ചോദിച്ചോ? ഇല്ല. അവനോട് ചോദിച്ചത് ഒറ്റ കാര്യമുള്ളൂ, നിന്റെ ശക്തി എവിടാ? എൻ്റെ അപ്പൻ എനിക്കിട്ട പേര് എബി മുഞ്ഞനാട്ട് രാജു എന്നാ. പക്ഷെ എൻ്റെ സ്ഥലം വാരിയാവൂരുവാ. എനിക്ക് ഇച്ചിരി കഴിഞ്ഞപ്പോൾ കൊതി വാരിയാവൂരോ എന്ന് ഇടണമെന്ന്. വാരിയാവൂരും ഇന്നും നല്ലൊരു സൂപ്പർ മാർക്കറ്റ് ഇല്ല, നല്ലൊരു കടയില്ല, ഇവിടുത്തെ അത്രയും പോലും വിശാലതില്ല. പക്ഷെ അവിടെ ഒരു ദൈവഭക്തൻ ഉണ്ടായിരുന്നു. ആ ദൈവഭക്തൻ ഉണ്ടായിരുന്നു പറഞ്ഞ എൻ്റെ അമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ശക്തി ഉറക്കത്തില്ല. ഇന്ന് ശക്തിയെക്കുറിച്ച് പറയാനാ പലർക്കും നാവ് ചലിക്കുന്നേ. എടാ, ശക്തി ഉറക്കത്തില്ലെന്ന് പറ. ഭീതി വിതയ്ക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ കെട്ടുപൊട്ടട്ടെ. ഒരു ഭക്തൻ അവിടെ പ്രാർത്ഥിച്ചപ്പോ വാര്യാവൂര യോനാച്ചാൻ എന്ന ദൈവ മനുഷ്യൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ 5 കിലോമീറ്റർ വേണ്ട, ഒരു 5 മീറ്റർ എൻ്റെ ചുറ്റുമൊന്ന് നീക്കണേന്നാ. ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നേ. 5 കിലോമീറ്റർ ഒന്നും നിന്നില്ലേലും ഞാൻ ചെല്ലുന്നിടത്ത് ഒരു ചലനമെങ്കിലും
ഒന്ന് പിടിക്ക് ദൂതനെ. ഒന്ന് നിന്റെ ദേശം, നീ ഇപ്പൊ ഞാൻ ശുശ്രൂഷിക്കുന്ന മുണ്ടിയപ്പള്ളി എന്ന് പറയുമ്പോ മുണ്ടിയപ്പള്ളി ചാക്കോച്ചാൻ, ഓരോ ദേശത്ത് ഓരോ ദൈവ മനുഷ്യരുടെ പേരില് അങ്ങനെ അറിയപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ദേശം ദൈവശക്തിയെ ഇമ്പട്ട് ചെയ്യുന്ന, ദൈവ സാന്നിധ്യത്തെ ഇമ്പട്ട് ചെയ്യുന്ന കാരിക്കോടില് ഇന്നൊരു ദൈവഭക്തനുണ്ടായിരുന്നു, പിറവത്തിന്റെ ഒരു ഭക്തനുണ്ടായിരുന്നു. റിബല കടുത്തുരുത്തിയിൽ ഇന്നൊരു ഭക്തനുണ്ടായിരുന്നു. എന്റെ ദൈവമേ, ശിംശോന്റെ മേലുള്ള വീക്ക്നെസ് എന്താണെന്നറിയാമോ? സ്ത്രീയാന്ന് ആർക്ക് മനസ്സിലായി? ആർക്ക് മനസ്സിലായി? പൈശാചിക മണ്ഡലങ്ങൾക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. പൈശാചിക മണ്ഡലങ്ങൾക്ക് മനസ്സിലായി. നിന്റെ പരാജയം എവിടാ, നിന്റെ ഹല്ലേലൂയ വീക്ക് പോയിന്റ് എവിടാന്ന് ആർക്കറിയാം? ഈ ഞാനേ ഇപ്പോൾ ഓരോ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇന്നൊരു മോള്, എൻ്റെ ഒരു കസിനാ, ഞാൻ അവളോട് ചോദിച്ചു, നീ ചെറുക്കനോട് കണ്ടോ, സംസാരിച്ചോ, നിനക്ക് ഇഷ്ടമായോ? കാരണം ഈ പ്രൊഫൈലിട്ടേക്കുന്ന ഫോട്ടോ ഒന്നും കണ്ട് എന്ത് ചെയ്യാനൊക്കത്തില്ല. ഇപ്പൊ എന്തൊക്കെ പരിപാടി ഉണ്ടെന്നറിയാമോ? ഫിൽറ്ററെ അതെല്ലാം കഴിഞ്ഞെന്നതുകൊണ്ടാണ് മോൻ പറയുന്നത്. ഞാൻ ഇച്ചൂടെ പുറയില്ല, ഞാൻ ഇച്ചൂടെ അപ്ഡേറ്റ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടൊന്നും എന്ത് ചെയ്യാനൊക്കത്തില്ല. അപ്പം വീട്ടിലൊക്കെ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടേക്കുന്നതോ അല്ലെങ്കിൽ ഇതേ തൂക്കിയേക്കുന്നതോ ഒന്നും കണ്ട് എന്ത് ചെയ്യണ്ട. പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു വീട്ടിലും ഒരു എക്സ്റേ ഫ്രെയിം ചെയ്തിട്ടേക്കുന്നത് കണ്ടിട്ടില്ല, ഒരു MRI സ്കാൻ ഫ്രെയിം ചെയ്തിട്ടേക്കുന്നത് കണ്ടിട്ടില്ല. അത് നമ്മുടെ എന്താ ബലഹീനതയാ. ഈ ഉപവാസത്തിൽ നമ്മുടെ ബലഹീനത അറിയും. നമ്മളൊന്ന് ഉണരണം. എബിപ്പാസ ബലഹീനത ഏത് മണ്ഡലത്തിലാണെന്നൊന്ന് തിരിച്ചറിയണം. സ്വോത്രം കുറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, എൻ്റെ ബലഹീനതയെ ഞാൻ പ്രശംസിക്കും, കാരണം നിങ്ങളെല്ലാം എന്നെ അപ്പോസ്തലനായി വാഴ്ത്തുന്നുണ്ട്. ശ്രേഷ്ഠതയിൽ എന്നെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ശുശ്രൂഷയുടെ പരാജയമില്ലാത്തതിന് കാരണം എന്താണെന്നറിയാമോ? എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ജഡമുണ്ടെന്ന് ഞാൻ അറിയുന്നു. പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യുകയെന്നറിയാവോ? ദണ്ണിപ്പിച്ചടിമയാക്കണോ? പിശാചിന് നീ ഒരു വെല്ലുവിളിയാകണമെങ്കിൽ ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമയായി മാറണം. എബിപ്പാസ്ത പ്രസംഗം പൈശാചിക മണ്ഡലത്തിന് വെല്ലുവിളിയല്ല, എബിപ്പാസ്ത പ്രവചനം പൈശാചിക മണ്ഡലത്തിന് വെല്ലുവിളിയല്ല. പക്ഷേ ഞാനും ദൈവവുമായുള്ള ബന്ധം, എന്റെ വിശുദ്ധിയുടെ അഭിഷേകം, കാരിക്കോട് വെളിപ്പെടേണ്ടത് വിശുദ്ധിയുടെ അഭിഷേകമാ. ഇതിനകത്തൊന്ന് വിശുദ്ധന്മാർ എഴുന്നേക്കണം, ഇതിനകത്തൊന്ന് വിശുദ്ധ മതികൾ എഴുന്നേക്കണം. ശിംശോന് സ്ത്രീ ആയിരുന്നെങ്കിൽ ബിലയാമിന് എന്തായിരുന്നു അറിയാമോ? പണം. ഇതെന്തോ ഇങ്ങനെ കയറി വരുന്നോണ്ട് ഞാൻ പറയുക, ബിലയാമിന് എന്താ? ബിലയാമിന് മുമ്പ് ദലീലയെ കൊണ്ട് നിർത്തിയില്ല. ബിലയാമിന് വേണ്ടി ചാക്ക് കെട്ട് പണമാ വന്ന് നിന്നേ, ബാലാക്കിന്റെ രൂപത്തിൽ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ജഡത്തോട് താല്പര്യമില്ലാത്തവന്റെ അടുത്ത് ജഡത്തെ കൊണ്ടുവന്ന് നിർത്തത്തില്ല. പണത്തോട് താല്പര്യമില്ലാത്തവന്റെ അടുത്ത് പണത്തെ കൊണ്ടുവന്ന് നിർത്തത്തില്ല. പണത്തോട് താല്പര്യമുള്ളവന്റെ അടുത്ത് പണത്തെ കൊണ്ടുവന്ന് നിർത്തുക. ഞാൻ ഈ ബിലയാമിനെയൊക്കെ വായിച്ചു കഴിഞ്ഞ ദിവസം എന്റെ ദൈവത്തോട് ചോദിച്ചു, എന്റെ ദൈവമേ, ഇതിന്റെ 100-1 കൃപ എന്റെ മേലൊന്നിട. എന്നെ പുസ്തകം എപ്പോഴും എക്സൈറ്റഡ് ആക്കും കേട്ടോ, എന്നെ വചനം എപ്പോഴും എക്സൈറ്റഡ് ആക്കും. കാരണം ബിലയാം എന്തോ മനുഷ്യനാ, ഇങ്ങനൊരു ദൈവ മനുഷ്യനുണ്ടോ? ആരും മിണ്ടുന്നില്ലല്ലോ. ബിലയാമിന്റെ പ്രവചനങ്ങൾ നിങ്ങൾ സംഖ്യാപുസ്തകത്തിൽ എടുത്തൊന്ന് വായിക്കണോ? എന്തോ പ്രവാചകരാ. പക്ഷേ ബാലാക്കിന് മനസ്സിലായി, പണം കൊടുത്താൽ ഇവ മറിയും. ആദ്യം മുട്ടി നടന്നില്ല, രണ്ടാമത് മുട്ടി നടന്നില്ല. ഇന്ന് രാത്രി മനസ്സിലാക്കണം, നാണം കെട്ടവനാ പൈശാചിക മണ്ഡലം, നാണം കെട്ടവനാ പൈശാചിക മണ്ഡലം. അവൻ എത്ര തോറ്റാലും നിന്റെ കാലിന്റെ കീഴിൽ മാറത്തില്ല. കായിനോട് ദൈവം പറയുക, പിശാച് നിന്റെ വാതിൽക്കൽ കിടക്കുക, അതിന്റെ ആഗ്രഹം നിന്നോട്, നീ അതിനെ കീഴടക്കണം. പൈശാചിക മണ്ഡലങ്ങളെ കീഴടക്കുന്ന, അശുദ്ധിയെ കീഴടക്കുന്ന ഒരു തലമുറ.
എന്റെ കണ്ണ് ശുദ്ധമാണെങ്കിൽ എന്റെ കണ്ണിലൂടെ ദൈവശക്തി വെളിപ്പെടും. എന്റെ നാവ് ശുദ്ധമാണെങ്കിൽ എന്റെ നാവിലൂടെ ദൈവശക്തി വെളിപ്പെടും. എന്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ എന്റെ ഹൃദയത്തിലൂടെ ദൈവ സാന്നിധ്യം വെളിപ്പെടും. ബുദ്ധി പ്രസംഗിക്കാനല്ല നമ്മളെ വിളിച്ചത്, ജ്ഞാനം പറയാനല്ല നമ്മളെ അഭിഷേകം ചെയ്തത്, ദൈവശക്തിയെ വെളിപ്പെടുത്താൻ. അവ ശത്രുവിന്റെ മുൻവിധികളൊക്കെ അവിടെ കിടക്കട്ടെ, ശത്രുവിന്റെ മുൻവിധികളൊക്കെ അവിടെ കിടക്കട്ടെ. ഞാനിങ്ങനെ ചിന്തിക്കുന്നേ, ഞാനിങ്ങനെ ഈ ദൈവം ഈ ചേർത്ത് അപ്പൊ ഈ അപ്പന്റെ ഹൃദയം ഞാൻ ഏറ്റവും കാണുന്നത് എൻ്റെ ദൈവത്തിലാ. ഈ അതൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാ. ഇത് രാത്രിയിൽ ടെസ്റ്റിലോട്ട് വന്നില്ലെന്ന് ആരും ചിന്തിക്കല്ലേ. പിന്നീട് ദൈവദാസന്മാരാരും ഇത് പ്രസംഗിച്ചോടും. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നേ, ദൂതിൻ്റെ കൂടെ ഒന്ന് വന്നേ. ഈ കായീനും ഹാബേലും ഒരുപോലെ ആരാധനാ സ്ഥലത്തോട്ട് പോയേ. ഞാൻ പറഞ്ഞിട്ട് ഈ ആരാധനയ്ക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, വ്യവസ്ഥ പ്രകാരം വരണം. ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, തക്ക മഹത്വം കൊടുക്കണം. നമ്മുടെ ടാറ്റാകളിയൊക്കെ ദൈവത്തിന് ഇഷ്ടമാണെന്നോ ചിന്തിക്കുന്നേ? ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ദൈവം പ്രസാദിച്ചേനെ. അവൻ്റെ നാമത്തിന് തക്ക മഹത്വം. സത്യം പറഞ്ഞാൽ കായീനും ഹാബേലും ആദമിൻ്റെ ഹവ്വയുടെയും കൂടി ഇരുന്നായിരുന്ന ഒരു കൊലപാതകം ജനിക്കുമായിരുന്നോ? മിണ്ടുന്നില്ലല്ലോ ആരും. ജനിക്കുമായിരുന്നോ? ഇല്ല. യാഗം അർപ്പിക്കാൻ വന്നതാ വിഷയം, നീ ഉപവസിക്കാൻ വരുന്നതാ വിഷയം, നീ ആലയത്തിനകത്ത് വരുന്നത് വിഷയം കേട്ടോ, നീ പെന്തക്കോസി വരുന്നത് വിഷയമാ. തിരിച്ചറിഞ്ഞോണം. കള്ളത്തരം കാണിക്കുന്ന, കപടത കാണിക്കുന്ന, ലോകമയത്വം കൊണ്ട് നടക്കുന്ന രഹസ്യപാപങ്ങൾ തുടരുന്ന വ്യക്തികൾ മനസ്സിലാക്കിക്കോണം. ഇത് വലിയ ഡേഞ്ചറാ, ഇത് വലിയ ഡേഞ്ചറാ. നീ അപകടത്തിലായിരിക്കുന്നേ. അങ്ങോട്ട് പോയപ്പോ എന്തോ സന്തോഷമായിരുന്നു അറിയാമോ? ഹാബേലിന് ഒറ്റ ആടേ ഉള്ളൂ, കായിന് ഇഷ്ടം പോലെ സാധനമാ. ഞാനായിരുന്നു ഇഷ്ടം പോലുള്ളവനോട് കൂടിയേര്. ഒന്നാന്നോ വലുത്, ഒത്തിരിയാന്നോ വലുത്? ഹാബേലും ചേമ്പും ഒക്കെ കയറി പിടിച്ചു കാണും. കാരണം ചേട്ടനും അനിയനും അത്ര സ്നേഹബന്ധത്തിലാണ് എന്ത് ചെയ്യുന്നേ? കണ്ടോ, എന്നെ അന്തിച്ചു നോക്കുക. നിങ്ങൾ കായിൻ്റെ ഹാബേലിൻ്റെ കൂടെ ഒന്ന് നടന്നേ, കാരിക്കാട്ടു നിന്ന് വിട്ടുപോയിക്കേ, ഏതെല്ലോട്ട് ചെന്നേ. സ്വോത്രം. എന്നാലേ കാര്യങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ. ആദ്യ നൂറ്റാണ്ടിലോട്ടൊന്ന് പോയിക്കേ. അപ്പോൾ ഒന്നിച്ചു സന്തോഷമായിട്ട് നൃത്തം ചെയ്ത് ചേട്ടാ അനിയൻ എന്ന് പറഞ്ഞ് തോളത്തിട്ടു. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ദൈവം ഹാബേലിലും, അത് വലിയ വിഷയം കേട്ടോ, ദൈവം എബിപ്പാസ്റ്റർ സുസൂഷയിലും പ്രസാദിച്ചു. എൻ്റെ ദൈവം ആദ്യത്തെ അങ്ങ് വെട്ട്, നീ രണ്ടാമത്തെ പറ. എബിപ്പാസ്റ്റർ സുസൂഷയിൽ എന്ത് ചെയ്തു കണ്ടോ? ഒരച്ഛനാ സ്വോത്രം പറഞ്ഞേ. പക്ഷേ ദൈവം പറയാം, അങ്ങനെ ഇല്ല മോനെ, ആദ്യം എനിക്ക് നിന്നി പ്രസാദിക്കണം. അന്യഭാഷ പറയുന്ന എല്ലാവരിലും ഒന്നും ദൈവം പ്രസാദിക്കുന്നില്ല കേട്ടോ. വർഷിപ്പ് ലീഡ് ചെയ്യുന്ന എല്ലാവരിലും ഒന്നും ദൈവം പ്രസാദിക്കുന്നത് ചിന്തിക്കല്ലേ. ഇന്ന് രാത്രി ദൈവം നമ്മളിൽ പ്രസാദിക്കണം. ദൈവം അതാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് എന്നോട് ദൈവം പറയും. എന്നാൽ അവർ മിക്ക പേരിലും എന്ത് ചെയ്തില്ല? ഞാൻ ഞെട്ടിപ്പോയി. കൊരിന്ത്യ ലേഖനത്തിൽ ഞാൻ കണ്ടു, വിളിച്ച് വേർതിരിക്കപ്പെട്ട് ഇറങ്ങിയവരാ, കരയിലും വെള്ളത്തിലും എന്ത് ചെയ്തവരാ? സ്നാനപ്പെട്ടവരാ, ദൈവത്തോട് ചേർന്നവരാ. പക്ഷെ അടുത്തൊരു പദം കൊണ്ട് നിർത്തിയിരിക്കുക, അവർ ഈ മിക്ക പേരിലും യഹോവ എന്ത് ചെയ്തില്ല? ചങ്ക് പൊട്ടിപ്പോവുക കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ ദൈവത്തോട് ഇപ്പം ചോദിക്കാൻ തുടങ്ങി, കർത്താവേ നിനക്ക് ഇഷ്ടമാകുന്നുണ്ടോ? എൻ്റെ ഈ പോക്ക് ഇഷ്ടമാകുന്നുണ്ടോ? ദൈവത്തോട് ചോദിക്കണം കേട്ടോ, ഭാര്യയോട് ചോദിക്കല്ലേ. ഭർത്താവ് ചിലപ്പോൾ ഞാൻ ഇച്ചിരി നാൾ മുമ്പ് വരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? മാതൃകാ കുടുംബം എന്ന് പറയാം, ശബ്ദം പുറത്തു വരാത്ത കുടുംബമെന്നാ. പിന്നെ എനിക്കത് മാറി. കർത്താവ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അങ്ങനെ അല്ലടാ പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെങ്കിൽ മാതൃകാ ദമ്പതികളാക്കാൻ ഒക്കുന്ന രണ്ട് വ്യക്തി അനന്യാസും സബീറയുമാ. മിണ്ടുന്നില്ല. PIPക്ക് വർഷത്തിൻ്റെ അവസാനം ഒരു അനുമോദനം മാതൃകാ കുടുംബത്തിന് കൊടുക്കാനുണ്ടെങ്കിൽ ഏത് കുടുംബത്തിനാണ് കൊടുക്കേണ്ടിയേ? അനന്യാസിനും സബീറയ്ക്കും. അച്ഛനും അമ്മാമയും അങ്ങ് ഉക്കുക. എന്തിനാ ഉക്കുന്നേ? മാറ്റി വെക്കാൻ. ആണ്ടോ ഹല്ലേലൂയ. ഇച്ചിരി ശബ്ദം വീട്ടിൽ ഉയർന്നാലും കുഴപ്പമില്ല, അച്ഛൻ്റെ പോക്ക് ശരിയല്ലെന്ന് പറയണം. എന്ന് പറയും ബഹളം വെക്കണമെന്നല്ല പറഞ്ഞേ. തെറ്റിനെ തെറ്റ് കൊണ്ട് കാണിച്ചാൽ നിനക്ക് ജീവിച്ചിരിക്കാം. തെറ്റിനോട് ചേർന്ന് നിന്നാ നീയും പോക്കാ. അല്ലയോ? എന്തു ശാന്തതയുള്ള അവിടെ കുഴപ്പം. വിൽക്കാൻ ആരെങ്കിലും പറഞ്ഞായിരുന്നു? ഇത് ദൈവം ഓപ്ഷൻ കൊടുത്തേക്കുക. ഇത് ഇവർ വസ്തു വിൽക്കേണ്ട കാര്യമുണ്ടോ? വസ്തു വിൽക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പഴയതുപോലെ അങ്ങ് ആരാധിച്ച് എന്ത് ചെയ്താൽ മതിയായിരുന്നു?
പോയാൽ മതിയായിരുന്നു. പക്ഷെ അവർക്കൊരാഗ്രഹം അകത്ത് വന്നു, വിറ്റേക്കാം. പിന്നെ ഇച്ചിരി മാറ്റി എന്ത് ചെയ്തേക്കാം, രണ്ടുപേരും അങ്ങ് ഒത്തു കേട്ടോ. രണ്ടുപേരും എന്ത് ചെയ്തു? ഓയ്യോ, അത് പറഞ്ഞാൽ ഇന്ന് രാത്രി എങ്ങനെ അങ്ങ് പോവും. അതുകൊണ്ട് അതവിടെ അങ്ങ് നിർത്തുക. അതുകൊണ്ട് സ്തോത്രം 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 സ്തോത്രം. അങ്ങനെ ഒക്കുന്നവരെ അല്ല വേണ്ടത്. പക്ഷേ ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം അങ്ങനെ വേറെ രണ്ടുപേരുണ്ട്. ആരാ? സെക്കരിയാവും എലിശബത്തും. ഒക്കല് കൊള്ളാം. ഇരുവരും ദൈവസന്നിധിയിൽ എന്തില്ലായിരുന്നു? പറ. കുറ്റമില്ലാത്തവരും അവർ ദൈവസന്നിധിയിൽ എന്തായിരുന്നു? നീതി ഉള്ളവരുമായിരുന്നു. അപ്പൊ ഞാനൊന്ന് പറഞ്ഞു നിർത്തട്ടെ. അപ്പൊ ഈ തിരിച്ച് യാഗപീഠത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പം ഒരുത്തന്റെ മുഖം കടന്തൽ കുത്തി വീർപ്പിച്ചതുപോലെ. അതെന്താ? ഇന്നത്തെ പ്രസംഗം മൊത്തം പാസ്റ്റർ എന്നോടായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ സിറ്റൗട്ടി ഇരിക്കുന്നു, വേറെ പത്രം നോക്കിക്കൊണ്ടിരുന്നു. പറയാം, എടി ഇന്ന് എനിക്ക് വെച്ചല്ലയോ അങ്ങനെ സംസാരിച്ചേ. അടുക്കളയെ പാനയിലോട്ട് തോരൻ 2-3 ദിവസം മുമ്പുള്ളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ കൂടി ഇട്ടതേ ഉള്ളൂ അമ്മാമ. ഇത് കേൾക്കുകയും പാൻ നിർത്തിയിട്ട് എവിടെ വന്നു? സിറ്റൗട്ട്. ഒരു ചായ കൊണ്ട് താടി എന്ന് പറഞ്ഞാൽ 10 തവണ പറഞ്ഞാലും കൊണ്ടുതരത്തില്ല. ഒരു ചായ രാവിലെ എടുക്കടി എന്ന് പറഞ്ഞാൽ 4-5 തവണ ശബ്ദം ഉയർത്തിയാലും എന്ത് ചെയ്തില്ല? എടുക്കത്തില്ല. പക്ഷേ ഇത് എന്നോടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പാൻ നിർത്തിയിട്ട് അമ്മാമ ഓടി എവിടെ വന്നു? അടുക്കള കഴിഞ്ഞു, ഡൈനിങ് ഹാള് കഴിഞ്ഞു, വരാന്ത കഴിഞ്ഞു. എവിടെ വന്നു? കൂടെ വന്നേ. സിറ്റ് ഔട്ടിൽ എന്ത് ചെയ്തു? ശരി അച്ഛാ. അച്ഛനെ കുറിച്ച് തന്നെ എന്ത് ചെയ്തേ? ആരും മിണ്ടുന്നില്ലല്ലോ. അല്ലച്ചാ, അച്ഛനൊന്ന് വ്യത്യാസപ്പെടണം. ആ ദൂത് നമ്മളോടായിരുന്നു, ആലോചന നമ്മളോടായിരുന്നു. ദൈവമാ നമ്മളോട് സംസാരിച്ചത്. ദൈവദാസൻ ഇന്നോ നാളെയോ പോകും. നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ ഫേവറാ, നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ അനുഗ്രഹമാ. നമ്മുടെ കുടുംബത്തിൽ ദൈവം ഇറങ്ങണം. രൈതം ജയമെടുക്കുന്നു. അപ്പൊ തിരിച്ചിറങ്ങി വന്നപ്പോ കായിന്റെ മുഖം വീർത്തിരിക്കുന്നു. ആവേൽ അങ്ങ് തുള്ളിച്ചാടി സന്തോഷിക്കുക. ഇച്ചിരി കഴിഞ്ഞപ്പോ ദൈവം കാവേലിന്റെ പുറകെ പോന്നോ. ദൈവത്തിനറിയാം ആരാധനയെ വിജയിച്ചോ തോക്കത്തില്ലെന്ന്. പക്ഷേ ദൈവത്തിനറിയാം തോറ്റവൻ നിൽക്കുക, അവനെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണം. അതാ അപ്പന്റെ ഹൃദയം നോക്ക്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ജയിച്ചവന്റെ പുറകെ ദൈവം പോകുന്നില്ലെന്ന്? അതുപോലെ തന്നെയാ ഈ പുനരുദ്ധാനം പ്രാപിച്ചിട്ട് യേശു വട്ടത്തിൽ 6 ചുറ്റുവാ നിൽക്കുന്നേ. പറ, പത്രോസിന്റെ ചുറ്റുവാ നിൽക്കുന്നേ. കാരണം ദൈവത്തിനറിയാം ഇവൻ തോറ്റു നിൽക്കുക. കയ്യും തോറ്റെങ്കിലും പത്രോസ് തോറ്റില്ല കേട്ടോ. ഒരു പരാജയത്തിൽ കായിൻ ഒടുക്കപ്പെട്ടെങ്കിലും പത്രോസ് ദൈവത്തിന് അറിയാം ഇവൻ തകർന്നു നിൽക്കുക. ദൈവം ഇവന്റെ ചുറ്റും നിൽക്കുക. അങ്ങനെ ഒരു അപ്പന്റെ സ്നേഹം എത്ര പേര് മനസ്സിലാകുന്നു? ഒന്ന് തോറ്റുപോയാലും നിന്നെ തള്ളിക്കളയത്തില്ല, ഒന്ന് പരാജയപ്പെട്ടാലും നിന്നെ ഉപേക്ഷിക്കത്തില്ല. പക്ഷെ ഇവന്റെ പേര് മാറുന്നില്ലല്ലോ. ഇവന്റെ നട്ടല് ഇല്ല. കർത്താവ് പറഞ്ഞു, മോനെ നീ ആദ്യം ഒരു ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ ആ പേര് മാറ്റിക്കൊണ്ട് ചെയ്താൽ മതി. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നീ ആദ്യം ഒരു ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ ആ പേര് എന്ത് ചെയ്യണം? മാറ്റണം. പ്രാർത്ഥനാ സമയത്ത് എവിടോട്ട് പോവുക? ദേവാലയത്തിലോട്ട് പോകുമ്പോൾ നട്ടലില്ലാത്ത ഒരുത്തർ എവിടെ ഇരിക്കുക? ആരും മിണ്ടുന്നില്ല. ദേവാലയ ഗോപുരത്തിൽ എന്ത് ചെയ്യുക? അവന്റെ കൈക്കങ്ങ് പിടിച്ചു. നട്ടലിരുന്ന് ലോകം മുഴുവൻ പറഞ്ഞവൻ ഒരുവന്റെ നട്ടലങ്ങ് ഉറപ്പിക്കുക. പൈശാചിക മണ്ഡലം ഒന്ന് ചാർത്തു. 3.5 വർഷം നടന്നിട്ടും നീ കർത്താവിനെ തള്ളി പറഞ്ഞില്ലേ? അതും ഒരു സ്ത്രീയുടെ മുമ്പിൽ തള്ളി പറഞ്ഞില്ലേ? ഓടി ഒളിച്ചവനെ തിരികെ കൊണ്ടുവന്ന് കർത്താവ് റൂമിനകത്ത് അടയ്ക്കുകയല്ലായിരുന്നു. എവിടെ പൈശാചിക മണ്ഡലം ആർത്തോ അവിടൊക്കെ അവനെ നിവരെ നിർത്തുക. എത്ര പേർക്ക് മനസ്സിലായി? നിന്നെ തോറ്റെടുത്ത് ജയിപ്പിക്കാൻ കഴിയുന്ന, നിന്നെ പകൽ പറഞ്ഞ ദൂതിനോട് ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞട്ടെ, സ്ട്രക്കായി നിൽക്കല്ലേ. ഈ നട്ടൽ ഉറച്ചപ്പോഴേ ഞാനായിരുന്നെ 10 റീൽ എവിടെ ഇട്ടേനെന്നറിയാമോ? ഫേസ്ബുക്കിൽ ഇട്ടേനെ. ഇല്ലാത്തത് വരെ ഇടുന്നു. പിന്നെ ഇത്ര സംഭവം നടന്നത് ഇടാതിരിക്കുവോ? എൻ്റെ കാര്യമല്ലേ പറയുന്നത്? നിങ്ങളൊന്ന് ചിരിക്കേ. ഞാനത് ഇട്ടേനെ, അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യവും എല്ലാം കൂടെ എന്ത് ചെയ്തേനെ? ഇട്ടേനെ. പക്ഷേ പത്രോസ് പറയും എനിക്ക് അതിന് സമയമില്ല, അടുത്തിന് മേളിൽ ചെയ്യാനുണ്ട്.
എനിക്കിതിനൊന്നും സമയമില്ല, അതിന് മേളിലുണ്ട്. ഓ, അതിന് മേളിലുണ്ട്. അത് കഴിഞ്ഞ് അനന്യാസിന്റെ സബീറയുടെ വരുന്നേ, അവിടെ പോയി തൊടുന്നൊന്നുമില്ല, ദൂരെ ഇരുന്ന് ചോദിക്കുന്നതേ ഉള്ളൂ, ഇത്രയ്ക്കേ ഉള്ളൂന്ന്. ശക്തി അവിടെ വ്യാപരിച്ചു. ഇന്നലെ തൊടുകയാണെങ്കിൽ ഇന്ന് വാക്കങ്ങോട്ട് പ്രൊണൗൺസ് ചെയ്യുന്നതേ ഉള്ളൂ, ഇന്നങ്ങോട്ട് ശബ്ദം പുറപ്പെടുവിക്കുന്നതേ ഉള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി? നീ എങ്ങ് സ്ട്രക്കായി നിൽക്കല്ല്, നീ എങ്ങ് ദൈവദാസന്മാരെ എങ്ങ് സ്ട്രക്കായി നിൽക്കല്ല്. കേട്ടോ, ഞാനടുത്ത് പറഞ്ഞു, എത്ര പേര് കൊതിക്കുന്നു ഇതുവരെ ചെയ്യാത്തതുപോലെ, ഇതുവരെ പറയാത്തതുപോലെ, ഇതുവരെ പ്രസംഗിക്കാത്തതുപോലെ, ഇതുവരെ റിവീൽ ചെയ്യാത്തതുപോലെ ഒരു ആത്മലോകം എന്റെ മേൽ തുറക്കണം, എന്റെ മേലൊരു ആത്മലോകം തുറക്കണം, എന്റെ മേലൊരു ആത്മമണ്ഡലം തുറക്കണം. പിശാചിന്റെ ഒരു വലിയ പരിപാടി, ഒരു തൃപ്തി നമ്മുടെ അകത്ത് കൊണ്ടിടും. ഭൗതികതയിലല്ല, ആത്മീയതയില്. ഭൗതികതയിൽ ആയുസ് തൃപ്തി വരുമോ? ആകെ വേണ്ടെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് ഒരു പഴത്തിന്റെ ഒരു അംശം പോലും കഴിക്കാനില്ലാതെ പറയും, എടി മതി, വയറെന്ത് ചെയ്തു? അതിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മതിയെന്ന് എന്ത് ചെയ്യത്തുള്ളൂ. അല്ലാത്ത ഏതെങ്കിലും കാര്യം നമ്മൾ മതിയെന്ന് പറയുമോ? എന്നെ കൂടെ ചേർത്താ പറയുന്നേ. പക്ഷേ ആത്മീയത്തിൽ ഒരു ഭയങ്കര തൃപ്തി എന്ത് ചെയ്യുക. പക്ഷെ തിരിച്ചാ ദൈവമക്കളെ സംഭവിക്കേണ്ടത്. ദൈവം എനിക്ക് തന്നെന്ന് പറയണം, ദൈവം എൻ്റെ ഭവനത്തിന്റെ ദാരിദ്ര്യം മാറ്റിയെന്ന് പറയണോ, ദൈവം എന്നെ ഇത്ര സഹായിച്ചെന്ന് പറയണോ. പക്ഷെ സ്പിരിച്വൽ മണ്ഡലങ്ങളിൽ നീ എങ്ങും സ്ട്രക്കായി നിൽക്കരുത്. അടുത്ത ലോകം എൻ്റെ മേൽ തുറക്കണം, അടുത്ത മണ്ഡലം എൻ്റെ മേൽ തുറക്കണം, അടുത്ത മേഖല എൻ്റെ മേൽ തുറന്നു വരണം. അങ്ങനെ കൊതിക്കുന്നവരെ അസാധാരണ മണ്ഡലത്തിൽ ദൈവം എന്ത് ചെയ്യാൻ പോവാ? നടത്താൻ പോവാ. കർത്താവ് എന്നോട് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു, ആത്മലോകം ഇതിനകത്ത് ചിലർക്ക് തുറന്നു തരും ദൈവമൊക്കെ. നിങ്ങൾ വിഷ്വലായിട്ട് ദൈവ സാന്നിധ്യം കാണാൻ തുടങ്ങും, നിങ്ങൾ ദൂതന്മാരെ കാണാൻ തുടങ്ങും. അങ്ങനെ ഒരു ആത്മലോക ഇന്ന് രാത്രി ഈ ദൈവസഭയുടെ മേൽ ഓപ്പണാക്കി പ്രാർത്ഥിക്കുക. അപ്പോ ഈ പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ ദൂരത്ത് കണ്ട് ഈ ശൗലിന്റെ വ്യത്യാസം ലൂക്കോസിനെ ആരിലേക്ക് അടുപ്പിച്ചു? ദൈവ സാന്നിധ്യത്തിലേക്ക് എന്ത് ചെയ്തു? അടുപ്പിച്ചു. ഞാൻ ചിന്തിക്കുക, എൻ്റെ ദൈവമേ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒരു സാധാരണ നിലവാരത്തിൽ വന്നാൽ പോരാ, ഉയർന്ന നിലവാരത്തിൽ വരണം. ആ ലൂക്കോസിന് ആ തെയോഫിലോസുമായി കണക്ഷൻ വന്നേ. എത്ര പേർക്ക് മനസ്സിലായി? തെയോഫിലോസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു വലിയ ഒഫീഷ്യലാ, റോമൻ ഗവൺമെന്റിന്റെ വലിയ ഒഫീഷ്യലാ. ഈ വൈദ്യൻ അവന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്തു? ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലായിരുന്നു? നിന്റെ തലമുറ അടുത്ത മണ്ഡലത്തിൽ വരണം. നിനക്കുള്ള ബന്ധങ്ങളല്ല, നീ ചിന്തിക്കാത്ത ബന്ധങ്ങളിലേക്ക് അവർ കണക്റ്റഡ് ആകണം. ആ ദൂത ആത്മമണ്ഡലത്തിൽ എത്ര പേർക്ക് മനസ്സിലാകുന്നു? തെയോഫിലോസുമാരുമായി കണക്ഷൻ ഉള്ള ലൂക്കോസുമാർ എഴുന്നേക്കണം. തെയോഫിലോസുമായി കണക്ഷൻ. അതോ സന്ധ്യക്ക് പണിയൊന്നും ഇല്ലാത്തതിന് കവലയിലോട്ട് ഇറങ്ങി വർത്താനം പറയുന്ന 4-5 കൂട്ടുകാരോട് കൂടിയിരുന്ന് ഉള്ള അപ്പന്റെ പാരമ്പര്യം പിള്ളേർക്ക് വേണോ? മിണ്ടുന്നില്ലല്ലോ. അച്ഛൻ്റെ കൂട്ട് ആകെ ആരാ? മെനക്കെട്ട് ജംഗ്ഷനിൽ ഇരിക്കുന്ന രക്തം ജയമെടുക്കുന്നു. എൻ്റെ ഭവനത്തിൽ ലൂക്കോസ് ജനിക്കണമെന്ന് പറ. എൻ്റെ ഭവനത്തിൽ എൻ്റെ തലമുറകൾ ലൂക്കോസുമാരായി മാറണമെന്ന് പറ. അവരുടെ സ്റ്റാൻഡ് സുവിശേഷീകരണത്തിന്, സുവിശേഷ മണ്ഡലങ്ങൾക്ക് വിശാലത വരത്തക്ക രീതിയിൽ നമ്മുടെ തലമുറകൾ ഉയരട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉയരട്ടെ. ചില ചെയറുകളിൽ അവർ വരട്ടെ, ചില അധികാര മണ്ഡലങ്ങളിൽ അവർ വരട്ടെ, ചില പൊസിഷനുകളിൽ അവർ വരട്ടെ, കേരളത്തിന്റെ ഭരണത്തിൽ അവർ വരട്ടെ. ദൈവം എന്നോട് ഇച്ചിരി നാൾ മുമ്പ് പറഞ്ഞു, നീ ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങണം, നീ ഇങ്ങനെ പറയാൻ തുടങ്ങണം. പ്രിയ, അധികാരത്തിന്റെ ചില ചെയറുകളിൽ ദൈവമക്കളെ ദൈവം കൊണ്ടാക്കും, ദൈവജനത്തെ കൊണ്ടാക്കും, സഹോദരന്മാരെ കൊണ്ടാക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തലമുറകളെ കൊണ്ടാക്കും. ഇതിനകത്തും ചില കളക്ടർമാർ എഴുന്നേക്കട്ടെ, ഇതിനകത്ത് ഉന്നത പദവികൾ അലങ്കരിക്കുന്ന ഭരണചക്രം നിയന്ത്രിക്കുന്ന ഇത് എത്ര പേർക്ക് മനസ്സിലാകുന്നെന്ന് അറിയത്തില്ല. ചില പദവികളിലേക്ക് ദൈവം നിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാ.
ദൈവത്തിന് പൗലോസ് മാത്രമല്ല വേണ്ടത്, ദൈവത്തിന് ചില തെയോഫിലോസുമാർ വേണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ദൂതിന്റെ കൂടെ എത്ര പേര് പറയുന്നു? ചില ഓഫീഷ്യൽസിനെ ദൈവത്തിന് വേണം, ചില രാഷ്ട്രീയ നേതാക്കന്മാരെ ദൈവത്തിന് വേണം. ഓ, തിരിച്ചറിയുന്നുണ്ടോ? അഭിഷേകമുള്ള ദൈവ സാന്നിധ്യം വഹിക്കുന്ന നിന്നെ ഭരണത്തിന്റെ ചില മണ്ഡലങ്ങൾ ദൈവത്തിന് ആക്കണം. അങ്ങനൊന്ന് ചിന്തിച്ചു തുടങ്ങിക്കേ, അങ്ങനൊന്ന് ചിന്തിച്ചു തുടങ്ങിക്കേ, അങ്ങനൊന്ന് ആത്മമണ്ഡലത്തെ തിരിച്ചറിഞ്ഞേ. റോമൻ സർക്കാരിന്റെ, റോമൻ ഭരണകൂടത്തിന്റെ ഉന്നത പദവി നിൽക്കുന്ന തെയോഫിലോസിനെ സ്വാധീനം ചെലുത്തത്തക്ക രീതിയിൽ, അവനെ ഡൈവേർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു വൈദ്യനായ ലൂക്കോസിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ പത്രോസിന് ചെന്ന് കയറാൻ ഒക്കാത്തടുത്ത്, അന്ത്രയോസിന് ചെന്ന് കയറാൻ ഒക്കാത്തടുത്ത്, തോമസിന് ചെന്ന് കയറാൻ ഒക്കാത്തടുത്ത് ലൂക്കോസിന് ചെന്ന് കയറാൻ ഒക്കും. പത്രോസുമാര് മാത്രമല്ല വേണ്ടത്, അന്ത്രയോസുമാര് മാത്രമല്ല വേണ്ടത്, ലൂക്കോസുമാര് വേണോ, തെയോഫിലോസുമാര് വേണോ. നിങ്ങൾ അത് ഹൃദയത്തിന്റെ അകത്തുണ്ടാകണം. കുഞ്ഞിന്റെ തലയെ കൈവച്ചു പ്രാർത്ഥിക്കണം, കർത്താവേ ചിന്തിക്കാത്ത ബുദ്ധി, എൻ്റെ ബുദ്ധി വേണ്ടെന്ന് പറയണം. ഞാനേ ഈ മാർക്കൊക്കെ കുറഞ്ഞെന്നൊക്കെ എൻ്റെ വൈഫ് പറയുമ്പോൾ ഞാൻ ഉള്ളിച്ചിരിക്കും. അതെന്താണെന്നറിയാമോ? എന്നെക്കാട്ടി എൻ്റെ പ്രോഗ്രസ് കാർഡ് ഓർത്താൽ ഞാൻ എന്ത് ചെയ്യുന്നേ? നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഓർത്താൽ നിങ്ങളും ചിരിക്കും. കൊച്ചിനെ ഒരു തല്ലും തല്ലത്തില്ല. ചില അമ്മമാരുടെയൊക്കെ നോട്ടം കണ്ടില്ലേ? പിള്ളേരെ അങ്ങ് ആരയ്ക്കുക. എന്തിനാ? നമ്മുടെ എല്ലാം കൂടെ കൂട്ടിയാൽ അവരുടെ ഒരു വിഷയത്തിന്റെ മാർക്കിന് എത്ര എന്ത് ചെയ്യത്തില്ല എന്ന് പറയും. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടെന്നല്ല, ദൈവത്തിന് നന്ദി പറയണം. ദൈവമേ, പൊട്ടനായ എനിക്ക് ഇത്രയും ബുദ്ധിയുള്ള കുഞ്ഞിനെ തന്നല്ലോ. പൊട്ടിയായ എനിക്ക് കണ്ടോ മിണ്ടുന്നില്ല. ചിലരുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ പനി വന്നോണ്ടാ ഞാൻ കളക്ടർ ആകാത്തെന്നുള്ള മട്ടിലായിരിക്കുന്നേ. പരീക്ഷയുടെ തലേന്ന് എന്ത് ചെയ്തു? എനിക്ക് എന്ത് ചെയ്തു? വട്ട് കളിച്ച് നടന്ന് നമുക്കേ അറിയത്തുള്ളൂ, ആരോടും പറയണ്ട. നമ്മുടെ SLC ബുക്കും +2 ബുക്കും ദൈവ ജീവിതം എന്ത് ചെയ്തില്ല, പിള്ളേരെ ഒന്നും കാണിക്കരുത്. ഇന്നത്തെ ആയുധം എന്ത് ചെയ്യും? അയ്യോ, ഇന്നത്തെ എന്ത് ചെയ്യും? പിന്നെ ദൈവത്തിന് നന്ദി പറയണം, പിന്നെ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ അച്ഛൻ്റെ ബുദ്ധി കൊടുക്കണ്ട, എൻ്റെ ബുദ്ധിയും കൊടുക്കണ്ട, നിന്റെ ബുദ്ധി എൻ്റെ കുഞ്ഞിൻ്റെ മേലിറങ്ങണോ. ശിവലകസന്ദന കണ്ണ് നിറയാതെ നമ്മുടെ തലമുറയെ കാണുമ്പോൾ കണ്ണ് നിറയാതെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല കേട്ടോ. നമ്മുടെ ജ്ഞാനമല്ലല്ലോ അവർക്ക് കൊടുത്തത്, നമ്മുടെ ബുദ്ധിയല്ലല്ലോ അവർക്ക് കൊടുത്തത്. ദൈവം തന്ന അനുഗ്രഹത്തിലൊന്ന് സന്തോഷിച്ചാട്ടെ. പിന്നെ ഈ അമ്മാമ്മയ്ക്ക് അരയ്ക്കാനുള്ള ദേഷ്യം വരുന്നത് എന്താ? അത് അടുത്ത വീട്ടിലെ ശോശാമ്മയുടെ കൊച്ചിനെ കാണുന്നോണ്ടാ. ഈ പലപ്പോഴും അരയ്ക്കാനുള്ള ദേഷ്യം കൊച്ചിനോടല്ല, അപ്പുറത്തെ വീട്ടിൽ. ആദ്യം ചോദിക്കുന്നത്, എടി അവിടുത്തെ കൊച്ചിന് എത്ര മാർക്കുണ്ട്? ഞാൻ പകല് പറഞ്ഞ ആവശ്യമില്ലാത്തതൊന്നും എന്ത് ചെയ്യരുത്. പിള്ളേർക്കെല്ലാം സന്തോഷമായി. പാസ്റ്റങ്ങളിലെ ഒന്നുകൂടെ വിളിക്കണേന്ന് അവരെന്ത് ചെയ്തു? ലിജിൻ സാറിൻ്റെ കണ്ണി നോക്കി എന്ത് ചെയ്തു? എത്ര പേർക്ക് മനസ്സിലാകുന്നു? നമ്മുടെ അസ്വസ്ഥത അതാ. അടുത്ത വീട്ടിലെ മറിയാമ്മയുടെ കൊച്ചിന് ആദ്യം വരുമ്പോഴേ മാർക്ക് ചോദിക്കുമ്പോൾ എങ്ങനെ, എടി അവർക്ക് എത്ര മാർക്കുണ്ട്? എടാ, അവർക്ക് എത്ര ഉണ്ടല്ലോ, എന്താ നിന്റെ കുഞ്ഞിനെ ഇത്രയും ദൈവം സഹായിക്കുന്നല്ലോ. മനസ്സിലായി. അതുകൊണ്ട് ഒരു സ്തോത്രവും വന്നില്ല. ഇന്ന് തൊട്ട് ജീവിതം മാറാൻ പോവാ, ഇന്ന് തൊട്ട് അനുഭവം മാറാൻ പോവാ. നിന്റെ അച്ഛൻ ഒരു ദിവസം 500 രൂപ അധ്വാനിക്കാൻ ദൈവം ആരോഗ്യം കൊടുക്കുന്നല്ലോ. പിന്നെ അസ്വസ്ഥത വരുന്നത് എന്തെന്നറിയാമോ? ഇപ്പുറത്തെ അച്ഛൻ 1500 ഉണ്ടാക്കുന്നെന്ന്. റബലഗഡഗസിയ, അവരെത്രയിലും ഉണ്ടാക്കട്ടെ. നിന്റെ ചെറുതിനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയോ? നിന്റെ വലിയ നന്മയെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയോ? നമുക്ക് വേണ്ടത് തരാ നമ്മുടെ ദൈവത്തിന് കഴിയോ? അപ്പോ ആ മനുഷ്യനാണ് ഇങ്ങനെ സ്വാധീനിച്ച ലൂക്കോസ് എഴുതിയ സുവിശേഷമാണ്. ഈ ലൂക്കോസ് തെയോഫിലോസിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തുടങ്ങുന്ന വരുമ്പോഴാണ് ഈ നമ്മൾ വായിച്ച ആദ്യത്തെ കുറിവാക്യം നമ്മൾ എന്ത് ചെയ്യുന്നേ കാണുന്നത്. അവിടെ ഞാൻ മുമ്പേ പറഞ്ഞ 2 വ്യക്തികൾ, സെക്കരിയാവ് പറ, എലിശബത്ത്, കൂറിൻ്റെ ക്രമപ്രകാരം 24 കൂറിൻ്റെ അകത്ത് എപ്പോഴേലും ലോട്ടറി അടിക്കുന്ന പോലെ ഒരു നെറുക്ക് വീഴുമ്പോൾ എന്ത് ചെയ്യുക? അകത്ത് പോയി ഒരു ശുശ്രൂഷ
ചെയ്യുക. ഞാൻ ചിന്തിച്ചു, ദൈവമേ, മഹാപുരോഹിതന്മാരുടെ പേര് പോലും വരുന്നില്ല. യേശുവിൻ്റെ ക്രൂശീകരണമായപ്പോഴാ അയ്യാവിൻ്റെ കയ്യഫാവിൻ്റെയൊക്കെ പേരെന്ത് ചെയ്തേ വരുന്നത്. പക്ഷേ ഈ ലിസ്റ്റിൻ്റെ അകത്ത് ഏറ്റവും താഴെ കിടക്കുന്ന സെക്കരിയാവിൻ്റെ പേര് ബൈബിളിൽ വന്നല്ലോ. മഹാപുരോഹിതൻ ഒന്നേ ഉള്ളു, അവൻ്റെ പേര് വരുന്നില്ല. ഈ 24 കൂറിൽ 100 കണക്കിന് പുരോഹിതന്മാരെന്തുണ്ട് ഉണ്ട്. അതിനകത്ത് സെക്കരിയാവിൻ്റെ പേര് വന്നു. ഞാൻ ചോദിച്ചു, എന്താ ദൈവമേ? എടാ, അവന് പിള്ളേരില്ലാഞ്ഞുകൊണ്ടാ പേര് വന്നേ. ഉണ്ടായിരുന്ന പേര് വരത്തില്ലായിരുന്നു. ചിലത് ഇല്ലാതാകുമ്പോഴാ ധനഘടകധന. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ചില തോൽവികളാ നിന്റെ പേരിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ചില പരാജയങ്ങളാ നിന്റെ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ഒത്തിരി ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ശുശ്രൂഷ നിർത്താൻ പോവാ. അതെന്താ? ചെല്ലുന്നവരൊക്കെ ചോദിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലല്ലോ, പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എങ്ങനെയാ മറുപടി എന്ത് ചെയ്യുന്നേ കിട്ടുന്നേ? അപ്പോൾ ഈ അമ്മാമ്മ പറഞ്ഞു, ശുശ്രൂഷ ഒന്നും നിർത്തല്ല എൻ്റെ അച്ഛാ, ദൈവം നമ്മളെ ഏൽപ്പിച്ചതാ. അങ്ങനെയുള്ള അമ്മമ്മമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ആ ബൈബിൾ പറയുന്ന ഇരുവരും സ്തോത്രം സ്തോത്രം. ഈ കുത്തു സഹിക്കാൻ വയ്യ കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല, പുതിയ നിയമം പോലല്ല, ഇന്നത്തെ കാലഘട്ടം പോലല്ല. അന്നത്തെ കാലഘട്ടം ഒരു തലമുറ ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ വേദനയാ. അതൊരു പുരോഹിതന്റെ ഭവനത്തിലാണെങ്കിൽ ഒരിക്കലും സമൂഹം അത് ഉൾക്കൊള്ളത്തില്ല. പക്ഷെ ഇന്ന് ശുശ്രൂഷയിൽ നിന്നല്ലോ, ഇന്ന് രാത്രി വിശ്വസ്തന്മാരായ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങും കേട്ടോ. ദൈവം എന്റെ ദൈവമേ, ആലയത്തിനകത്ത് ദൂതൻ ഇറങ്ങി. അവൻ ശുശ്രൂഷിക്കുന്ന ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് ദൂതൻ ഇറങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, ദൂതനെ നീ ആലയത്തിലേ ഇറങ്ങത്തുള്ളൂ? അല്ല, ദൂതൻ പറഞ്ഞ ആലയത്തിലല്ല, 1-2 പേജ് കൂടെ മറിക്ക്. ഞാൻ മറിച്ചപ്പോ മറിയയുടെ വീടിനകത്ത് ദൂതൻ ഇറങ്ങി. മറിയയുടെ വീടിനകത്ത് ദൂതൻ ഇറങ്ങി. ആലയത്തിൽ മാത്രമല്ല ദൂതൻ ഇറങ്ങുന്നത്, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ അകത്തെ മുറി. ഒരു ചലനം വേണ്ടുന്നത് പോലെ ആത്മമണ്ഡലത്തിൽ ഉണ്ടാകുന്നില്ല. പാസ്റ്ററെ, ഞങ്ങൾ അശുദ്ധാത്മാവിനെയൊക്കെ കണ്ട് തീർത്തോളാം, അശുദ്ധാത്മാവിനെയൊക്കെ കണ്ട് ഞങ്ങളുടെ ജീവിതം എന്ത് ചെയ്തോളാം. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ചെല്ലുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ദൂതനെയാ കാണണ്ടിയേ. അയ്യോ, എൻ്റെ കൂടെ ഒരു വലിയ ദൂതൻ നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി നടക്കുമ്പോൾ ഒരു കുട്ടിച്ചെകുത്താൻ എൻ്റെ അടുത്ത് വാലനക്കിയാ ഞാൻ പേടിക്കുവോ? രക്തം ജയമെടുക്കുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? പേടി മാറണമെങ്കിൽ നിന്റെ എൻ്റെ അവൻ ചിലപ്പോൾ ലൈവ് കാണുമായിരിക്കും. എന്നാലും മൂത്തവനോട്, എടാ അവിടെ പോയി എന്തൊരു എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവൾ കുഞ്ഞാമല്ല വിളിക്കും, എടി നീ ഇവിടെ വാടിയെന്ന്. അവള് ചെല്ലുന്ന അവനൊരു ബലമാ, അവനൊരു ബലമാ. അവളുണ്ടെങ്കിൽ അവൻ എവിടെയും പോവും. മനസ്സിലായോ? ദൂതനുണ്ടെന്ന് ഉറപ്പാക്കിക്കോണം. ദൂതനുണ്ടെന്ന് എന്ത് ചെയ്തോണം? അപ്പോൾ ആലയത്തിനകത്ത് ദൂതൻ വന്നു. ആ ദൂതൻ എവിടെ വന്നു? അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ കർത്താവേ, വീടിനകത്തെ നീ വരത്തുള്ളോ? ദൂതനെ നീ വീടിനകത്ത് അല്ലടാ. ആട്ടിടയന്മാര് വെറിസ്ഥലത്ത് എന്ത് ചെയ്യുക? ഒന്ന് പറയുന്നേ. അത് ഈ ലൂക്കോസിന്റെ സൂക്ഷിച്ചുണ്ട്. വെറും പ്രദേശത്ത് എന്ത് ചെയ്യുക? അവരുടെ അടുത്തും ദൂതൻ ചെന്നു. ദൂതൻ ഒരു തടസ്സവും ഇല്ല. ആലയത്തിൽ മാത്രമല്ല, വീടിനകത്ത് മാത്രമല്ല, വെളിം പ്രദേശത്ത് അവൻ വരും. അപ്പൊ ഞാൻ ചോദിച്ചു, അതുകൊണ്ടും തീർന്നോ? ഇല്ല. അപ്പോസ്തല പ്രവൃത്തി 12 നീ വായിക്കും. ഞാൻ കൊട്ടാരത്തിനകത്തോട്ട് ചെന്ന് കയറി. ഇപ്പൊ എടുക്കല്ലേ, ഞാൻ കൊട്ടാരത്തിനകത്തോട്ട് ചെന്ന് കയറി. ഹേരോദാവ് എല്ലാരെയും പൊക്കുക. ഇതുപോലൊരു പ്രാസ്ത്രിന്റെ, ഇതുപോലൊരു പ്രവാചകനില്ല. കണ്ടോ എൻ്റെ കാല് പൊങ്ങുന്നേ കണ്ടോ? ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കുക? പൊങ്ങിക്കൊണ്ടിരിക്കുക. ദൈവം നോക്കിയപ്പോ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എന്ത് ചെയ്തില്ല. ഒറ്റയാടി. ആദ്യം 3 ഗുണമായിട്ട് ആ ദൂതൻ വെളിപ്പെട്ടെ. അതേ ദൂതന് വേറൊരു കുഴപ്പമുണ്ട് കേട്ടോ. അടിക്കേണ്ടടത്ത് അടിക്കുകയും ചെയ്യും. ധൂപപീഠത്തിന്റെ വലത്തു ഭാഗത്ത് ഇറങ്ങി ദൂതൻ, മറിയയുടെ ഭവനത്തിനകത്തേക്ക് ഇറങ്ങി ദൂതൻ. ആട്ടിടയന്മാരുടെ അടുത്തേക്ക്, വെളിംപ്രദേശത്തേക്ക് ദൂതൻ ചെന്നു. പക്ഷെ കൊട്ടാരത്തിൽ അവൻ ചെന്നത് സദ്വർത്തമാനം പറയാനല്ല, പ്രവചനം പറയാനല്ല, ദൂത് പറയാനല്ല, ന്യായവിധിയെ കൈമാറാനോ. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നു?
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ദൂതൻ ഇതിൻ്റെ അകത്ത് നിന്നിട്ട് എന്നെ ബലപ്പെടുത്തിയ ഒരു ദൂതുണ്ട്. പറയുന്ന ഒരു പ്രവചനം എന്താണെന്നറിയാമോ? അമ്മയുടെ ഗർഭത്തിൽ തന്നെ ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമെന്നല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്നല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഈ തലമുറയ്ക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? ഒരു നിറവ. ദൈവസഭയ്ക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? ഒരു നിറവ. വേറെ ഒന്നും കയറി ഇരിക്കാൻ സ്ഥലമില്ലാത്തതുപോലെ നമ്മുടെ മേൽ ആത്മാവ് ഇറങ്ങണം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മേൽ ആത്മാവ് ഇറങ്ങണം. പ്രേമത്തിന് കയറിയിരിക്കാൻ സ്ഥലമില്ലാത്തതുപോലെ, ആകാത്ത ബന്ധങ്ങൾക്ക് കയറിയിരിക്കാൻ സ്ഥലമില്ലാത്തതുപോലെ, ലഹരികൾക്ക് കയറിയിരിക്കാൻ സ്ഥലമില്ലാത്തതുപോലെ പരിശുദ്ധാത്മാവിനോ അതിനോട് കണക്ട് ചെയ്ത് ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിലും അതല്ല എൻ്റെ ചിന്ത, അതല്ല എൻ്റെ ചിന്ത, അതല്ല പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോവുക. യേശു ആത്മാവ് എന്ന് പറഞ്ഞതൊക്കെ. അപ്പം ഇവിടെ പറയുക, അവൻ ഗർഭത്തിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ആ യോഹന്നാനെ കണ്ടുകൊണ്ട് യേശു പറഞ്ഞ സ്ത്രീകളിൽ, ഞാനത് പകല് പറഞ്ഞു, യോഹന്നാനെ കടി. എന്നാ പുതിയ നിയമം നമ്മളാരാ? അതിന് മേളിലാ. അപ്പോൾ ഒരു ഗർഭത്തിനകത്തിരിക്കുന്ന കുഞ്ഞിന് അഭിഷേകം പ്രാപിക്കാമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമുള്ള മാതാപിതാക്കന്മാർ വരെ ആത്മാവിൽ നിറയണം, ആത്മാവിൽ നിറയണം. പെന്തക്കോസ് എന്ന് പറഞ്ഞ ശക്തിയാ, പെന്തക്കോസ് എന്ന് പറഞ്ഞ നിറവാ, പെന്തക്കോസ് എന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യത്തിന്റെ വെളിപ്പെടുത്തലാ, രക്തത്താലെ ജയം. ഈ യോഹന്നാൻ ശ്രാവകനെ കുറിച്ച് പറയും, ഇവൻ ആത്മാവ് കൊണ്ട് എന്ത് ചെയ്യും? നിറയും. സത്യം പറഞ്ഞ ആത്മാവ് കൊണ്ട് നിറഞ്ഞാലുള്ള ഗുണം എന്താ? അടുത്ത ആ വാക്യത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യം ഓർക്കോട്ടെ. ഇവന് മഹാപുരോഹിതനാകണ്ട, ഇവൻ എന്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പുരോഹിത വസ്ത്രം ഇവനെ ആകർഷിക്കുന്നില്ല. അതാ ഈ അഭിഷേകമുള്ളവനെ പുരോഹിത വസ്ത്രം എന്ത് ചെയ്യത്തില്ല. ഇവന്റെ വസ്ത്രം എന്തുവാ? പറ. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും ഒരു സാധാരണക്കാരൻ്റെ വസ്ത്രം, അരയിൽ തോൽവാറും. ഇവനെ എന്ത് ആകർഷിക്കുന്നില്ല? ദൈവമക്കളെ, എല്ലാവർക്കും കയറി പുരോഹിതനാകാൻ ഒക്കുവോ? ഇന്നാണ് ഒരു പാസ്റ്റർ ആകാൻ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ബാർബർ ഷോപ്പിൽ പോവുക, എന്ത് ചെയ്യുക? പക്ഷെ അത് റൂട്ട് കറക്റ്റ് അല്ല. അത് റൂട്ട് എന്തല്ല? കറക്റ്റ് അല്ല. അങ്ങനൊന്നും എളുപ്പം ഒരു പാസ്റ്റർ ആകാനൊന്നും ഒക്കത്തില്ല. അങ്ങനെ ഒരു ശുശ്രൂഷകനാകാൻ പെട്ടെന്നൊക്കത്തില്ല. ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഇറങ്ങിയവരിന്ന് എന്ത് ചെയ്യേ? ഇത് നാളുകളായ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയെങ്കിലേ നീ ഒരു അഭിഷക്തനായിട്ട് പുറത്തു വരത്തുള്ളൂ. എന്നാൽ ഇന്നും എൻ്റെ മേലുള്ള ആത്മീയ പിതാക്കന്മാർ എനിക്കുണ്ട്. ഇന്നും എൻ്റെ മെന്റർ ചെയ്യുവാൻ അഭിഷക്തന്മാർ എൻ്റെ മേളിലുണ്ട്. അതാ എന്നെ ഇന്നും ഇവിടെ നിർത്തിയേക്കുന്നത്. പുരോഹിത വസ്ത്രം എന്ത് ചെയ്തില്ല? ഇവനെ എന്ത് ചെയ്തില്ല? അപ്പൊ അഭിഷേകം നിന്നെ ആകർഷിക്കത്തില്ല. രണ്ട്, ഇവനൊരു പുൾപ്പിറ്റുണ്ട്. എവിടാന്നറിയാമോ? അല്ലല്ല, പുരോഹിതനാണെങ്കിൽ ഇവന്റെ പുൾപ്പിറ്റ് എവിടാ ഉള്ളേ? കൂറിന്റെ ക്രമപ്രകാരം സെക്കരിയാവിന് ചീട്ട് വന്നതുപോലെ ഇവനും എന്ത് ചെയ്യും? ചീട്ട് വരും. ഇവൻ ആലയത്തിൽ പോയി എന്ത് ചെയ്യാ? ആദാമം വേണ്ടാന്ന് വെച്ചു. കണ്ടോ? അഭിഷേകം പ്രസംഗിക്കുന്നതല്ലേ എന്ന് പറയും. അഭിഷേകം സൃഷ്ടിച്ചു തരുമെന്ന, അഭിഷേകം ഉളവാക്കി തരുമെന്ന. പക്ഷെ ഇവിടെ യോഹന്നാൻ പറയാ, അഭിഷേകം എൻ്റെ പുരോഹിത വസ്ത്രത്തെ എടുത്തു കളഞ്ഞു. മിണ്ടുന്നില്ല. അഭിഷേകം എൻ്റെ പുൾപ്പിറ്റിനെ എടുത്തു കളഞ്ഞു. ഞാൻ സല്യൂട്ട് ചെയ്യുക, ഞാൻ ആത്മകണ്ണി സല്യൂട്ട് ചെയ്യുക യോഹന്നാനെ. അടുത്തത്, സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഗ്രിൽഡ് നോൺ വെജ് ഫുഡൊക്കെ അടിച്ചുകൊണ്ടിരുന്നവൻ ആര് പറ? ആ മുപ്പല്ലി കൊണ്ട് കുത്തി എടുക്കുമല്ലയോ? അപ്പൊ ഈ കറങ്ങുന്ന സാധനമൊന്നും ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചൊന്നും അല്ല, അന്നേ ഉണ്ട്. എന്നിട്ട് പോലും സ്വോത്ര ഉപവാസമായിട്ട് നല്ല കറങ്ങുന്ന ഇറച്ചിയെ കുറിച്ച് പറഞ്ഞിട്ട് പോലും ആരും വന്നത് ഒരു സന്തോഷം. ഇവിടെ ആർക്കും അങ്ങനെയൊന്നും ഒരു ആഗ്രഹമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ ആഹാരം ആരെ ആകർഷിച്ചില്ല? യോഹന്നാനെ ആകർഷിച്ചില്ല. അവൻ എന്താ കഴിച്ചത്?
അഭിഷേകത്തിനൊരു സംസ്കാരമുണ്ട് കേട്ടോ. അഭിഷേകത്തിന്റെ സംസ്കാരം നിന്റെ മേൽ ഇരിക്കുന്നു കേട്ടോ. എല്ലാവരും ആകർഷിക്കുന്നതിലൂടെ നീ ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അഭിഷേകം ചലിക്കുന്നില്ല. വെറുപ്പ് തോന്നണം. അങ്ങനൊരു ഇമ്പാർട്ടേഷൻ ഇവിടെ നടക്കട്ടെ. മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനെ നിനക്ക് വെറുപ്പ് തോന്നണം. ഒരു വെറുപ്പ് തോന്നണം, അറപ്പ് തോന്നണം. ഞങ്ങളുടെ 2 അമ്മാമ്മമാര് ഞായറാഴ്ച മാമോദീസയ്ക്ക് പോയപ്പോൾ അവിടുത്തെ സമുദായക്കാർ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടർ ഇവിടെ വരത്തില്ലല്ലോ എന്ന്. ഞങ്ങളുടെ അമ്മാമ്മമാർ ഒരുങ്ങിക്കെട്ടി എന്ത് ചെയ്താ? ചിക്കൻ ബിരിയാണി അടിക്കാൻ എന്ത് ചെയ്താ? മാമോദീസയ്ക്ക് പോയത്. അയ്യോ, പെന്തക്കോസുകാർ ഇവിടെ എന്ത് ചെയ്തില്ല? ചാത്തത്തിന് നിങ്ങൾ വരത്തില്ലെന്ന് അവർക്കറിയാം. നീ ചെന്ന അവര് നിന്നോട് ചോദിക്കും. സദ്യ ഉണ്ണാൻ പോയതാ, നാണം കെട്ട് ഉണ്ടിട്ട് ഇറങ്ങി വരേണ്ടി വരും. ലജ്ജിച്ചുണ്ട കണ്ടോ, ഒരമ്മാമയെ സ്വോത്രം പറയുന്നുള്ളൂ. ഞായറാഴ്ച ആലയത്തിനകത്താ നിന്നെ കാണണ്ടേ. ആലയം കഴിഞ്ഞു വേണേ പൊയ്ക്കോ, ആരാധന കഴിഞ്ഞു പൊയ്ക്കോ. എന്നിട്ട് അടുത്ത ആഴ്ച ഒന്ന് പ്രബോധനം അടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? നീ എഴുന്നേക്കല്ലേ, നീ അവിടെ ഇരുന്നോണം. രക്തം ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും പോകുന്നവൻ എടുക്കാനുള്ളതല്ല പുസ്തകം. ഓ റിബലക സന്തര, അത് പാസ്റ്ററാന്നേലും പാതിരിയാന്നേലും അത് പ്രവാചകനാന്നേലും വിശ്വാസിയാണെങ്കിലും ഇത് റൂട്ടിനകത്ത് നിൽക്കുന്നവരുടെ കൂട്ടമാ. ഓ സ്വോത്ര രേതം അവര് പറയുമല്ലോ പെന്തക്കോസുകാരെ കിട്ടത്തില്ലെന്ന്. എന്നെ വിളിച്ചാൽ ഞാനിപ്പം പാർക്കുന്ന ചർച്ചിനടുത്തുള്ള ഒരു ഫാമിലി വന്ന് വിളിച്ചു, നിങ്ങൾ വരത്തില്ലെന്ന് അറിയാം, എന്നാലും ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം വിളിക്കുക എന്നുള്ളത്. ഇന്നങ്ങ് ആളിഞ്ഞു കയറുക. ഓ അവരെ കൂടെ നേടാൻ ഇച്ചിരി ദിവസം കഴിയുമ്പോൾ പിന്നെ ചർച്ചിലും ഇല്ല, സ്ഥലത്തും ഇല്ല. അവരെ നേടുക. പിന്നെ അവരുടെ കൂടെ എല്ലാ പരിപാടിക്കും എന്ത് ചെയ്തു? രക്തം ജയമെടുക്കുന്നു. രക്തം ജയമെടുക്കുന്നു. അഭിഷേകം ആകർഷണം ഉണ്ടാകുന്നതിനെ മാറ്റിയില്ലെങ്കിൽ അന്യഭാഷ നിർത്തിയിട്ട് പറയണം, ദൈവമേ ഞാൻ ആരോ പറഞ്ഞത് പറയുക, എനിക്ക് നിന്റെ കൃപ തരണമേ, എനിക്ക് നിന്റെ അഭിഷേകം തരണമേ, എനിക്ക് നിന്റെ സാന്നിധ്യം തരണമേ. ഹല്ലേലൂയ. അഭിഷേകം കിട്ടുന്നതിന് മുമ്പ്, അഭിഷേകം ഇങ്ങോട്ട് എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് അഭിഷേകം നമ്മളിലുള്ള ചിലതിനെ എടുത്തു കളയും. കാര്യത്തോട് ദൈവസഭയിൽ സംഭവിക്കേണ്ടത് എന്താണെന്നറിയാമോ? അഭിഷേകം വരുമ്പോ ഇന്നലെ വരെ വലുതായി കണ്ടതിനെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയണം. ഹല്ലേലൂയ. കുടുംബ മഹത്വം അല്ല അമ്മേ വലുത്. ഓ കുടുംബക്കാരല്ല വലുത്. ഒരു കണ്ണിനും ആദരവ് തോന്നാതെ കിടന്ന സ്ഥാനത്ത് നസ്രയത്തിലെ തച്ചന നിന്റെ വീടിനകത്ത് വന്നത്. നിന്റെ കെട്ടടിച്ചത് അവരാ, നിന്റെ ബന്ധനം അടിച്ചത് അവരാ. നീ പോയത് കൊണ്ട് ഒരു കുഴപ്പവും വന്നില്ലല്ലോ. വന്നു, നിന്റെ കൊച്ചിന്റെ മേലൊരു ബന്ധനം വന്നു, നിന്റെ കുടുംബത്തിനകത്തൊരു ബന്ധനം വന്നു. അതാഴിയണേ, നീ മാനസാന്തരപ്പെടണം. നിന്റെ കൊച്ചു വഴിതിരിഞ്ഞു പോയതിന് കാരണം എന്താണെന്നറിയാമോ? അവന്റെ കുഴപ്പമല്ല. നീ ഈ പുസ്തകം പത്യമായിട്ട് എടുത്തില്ല, നീ ഈ പുസ്തകം ജീവനുള്ള ദൈവത്തിന്റെ വചനമായി എടുത്തില്ല. അതിന്റെ ബുദ്ധിമുട്ട നിന്റെ ഭവനത്തിനകത്ത് കിടക്കുന്നേ. ഒരു പ്രവാചകനും വന്നാലും ഒരു ബന്ധനം അഴിക്കുന്നവൻ വന്നാലും അതിന് വിടുതൽ നടക്കത്തില്ല. നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലായിടത്തും പോയവന് കയറി വരാനുള്ളതല്ല ആലയം. ആള് കുറയട്ടെന്നേ. നീ കുറയുമ്പോ 10 പേര് വരുമെന്നേ. നീ നിൽക്കുന്നോണ്ടാ വരാത്തത്. നിന്റെ കൂടെ ചുറ്റും നിൽക്കുന്ന ഒരു അശുദ്ധ വ്യാപാരമാ. വേണ്ടാത്തടത്ത് പോകുന്ന നിന്റെ ചുറ്റും നിൽക്കുന്ന അശുദ്ധ ശക്തിയാ. അതിന്റെ ബന്ധനം അഴിഞ്ഞില്ലെങ്കിൽ വരേണ്ടവൻ പോലും വരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തം ജയമെടുക്കുക, രക്തം ജയമെടുക്കുക. വേഗം ഞാൻ പറഞ്ഞു നിർത്താം. അപ്പൊ അമ്മയുടെ ഗർഭത്തിൽ തന്നെയാ ആത്മാവ് കൊണ്ട് നിറയുമെന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങൾ നിർത്തല്ലേ. അതിന്റെ റിസൾട്ട് വലുതാ. അഭിഷേകത്തിന്റെ റിസൾട്ട് വലുതാ കേട്ടോ. അഭിഷേകത്തിന്റെ അനന്ത സാധ്യത വലുതാ.
ഇച്ചിരി കഴിഞ്ഞപ്പോൾ നോക്കണമേ, ആലയത്തിൽ വരേണ്ടുന്നവരെല്ലാം മരുഭൂമിയിലോട്ട് പോകും. ആരുടെ പുറകെ? യോഹന്നാന്റെ പുറകെ. കാരണം അവിടെ പുൾപിറ്റായി കഴിഞ്ഞു. ഇന്ന് രാത്രി നീ വേണ്ടാന്ന് വെക്കുന്നത്. യോഹന്നാന്റെ വില എന്തോ വിലയാ ദൈവമക്കളെ. ഹെരോദാവ് ചോദിക്കുക, ദേശത്തിന്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ തരാം, നിനക്ക് എന്തുവാ വേണ്ടിയേ? പക്ഷേ ഈ ഹെരോദ്യ പറയുക, എനിക്ക് രാജ്യത്തിന്റെ പകുതി ഒന്നും വേണ്ട. ആരെ മതി? ആരെ മതി? അവിടെ മഹോപുരോഹിതന്മാരില്ലയോ? അവിടെ പുരോഹിതന്മാരില്ലയോ? പക്ഷെ രാജ്യത്തിന്റെ പകുതിയെക്കാട്ടി ഹെരോദ്യ വില കൽപ്പിച്ചത് ആരെയാ? ആരെയാ? ഓ, അങ്ങനൊക്കെ ഒരു ദിവസം ജീവിച്ചിട്ട് മരിക്കുന്നാമെന്ന്, അങ്ങനൊക്കെ ഒരു ദിവസം നിന്നിട്ട് മരിക്കുന്നതല്ലേ നല്ലത്? ഓ, സ്തേഫാനോസിനെ പോലെ അങ്ങനെ ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ട് മരിക്കുന്നതല്ലേ നല്ലത്? ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, അങ്ങനെ ഒരു ജീവിതം നയിക്കുന്നതിനെക്കാട്ടിൽ ഓ, ആ യോഹന്നാൻ ശാപകനെ പോലെ, ഓ, ആ സ്തേഫാനോസിനെ പോലെ, ദൈവത്തിന്റെ ഭക്തന്മാരെ പോലെ അഭിഷേകത്തെ വെളിപ്പെടുത്തി ജീവിക്കുക. ഞാൻ ഈ കാലത്ത് പ്രാർത്ഥിക്കുന്നത് എന്തെന്നറിയാമോ? കർത്താവേ, കഴുത്തിന് കത്തി വെച്ചിട്ട് തള്ളി പറയാൻ പറയുമ്പോ തള്ളി പറയാതിരിക്കാൻ ഒരു കൃപ തരണേന്നാ. പീഡനം കുറയുമെന്ന് ചിന്തിക്കല്ല്, പ്രതിസന്ധി കുറയുമെന്ന് ചിന്തിക്കരുത്. ഇന്ത്യയിലെ അവിടെയും ഇവിടെയും നടക്കുന്നത് നാളെ കേരളത്തിന് സംഭവിക്കാം. പക്ഷെ യുവാസ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കേണ്ടത് പിടിച്ചു നിൽക്കാൻ ഒരു കൃപ, പിടിച്ചു നിൽക്കാൻ ഒരു കൃപ, പിടിച്ചു നിൽക്കാൻ ഒരു കൃപ. രേതം ജയമെടുക്കുന്നു. ഇതേ ആത്മാവ് മറിയയുടെ വീട്ടിലോട്ട് എന്ത് ചെയ്തു? പോയി. അവളോടും ദൂത് പറഞ്ഞു. പിന്നെ മറിയയ്ക്ക് ഇരിക്കപ്പുറതിയില്ല. അതാ വിഷയം. ഈ ആത്മാവ് തൊട്ടവർക്ക് പിന്നെ ആത്മാവ് തൊട്ടവരുടെ കൂടെ നടക്കണം. മിണ്ടുന്നില്ല. പിന്നെ അവർക്ക് മോദിയെ കുറിച്ച് പറഞ്ഞിട്ട് കണ്ടോ, അതായി വലിയ വിഷയമുണ്ടല്ലോ. ഇന്നലെ വരെ താല്പര്യം തോന്നി ഒന്നിലും എന്ത് ചെയ്യുന്നില്ല, താല്പര്യം തോന്നുന്നില്ല. ഉപവാസം കഴിയുമ്പോൾ അങ്ങനെ വരേണ്ടത്, ഉപവാസത്തിൽ അങ്ങനെ വരേണ്ടത്. ഇന്നലെ ഇപ്പുറത്തെ അമ്മാമ്മ വന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ, ലോകാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? അപ്പുറത്തെ ശോശാമയെ കുറിച്ചും ഇപ്പുറത്തെ മറിയാമയെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്തു. പക്ഷെ ഇന്ന് അങ്ങനെ പറയാൻ എന്ത് ചെയ്യുന്നില്ല. എടി പാടി, നമുക്ക് ഇച്ചിരി നേരം എന്ത് ചെയ്യാ? അപ്പൊ അഭിഷേകം ചലിക്കാൻ തുടങ്ങി. ദൈവകൃപ ചെല്ലു പറയും, സംസാരം ഇച്ചിടെ കൂടിയെന്ന്. ഓ, സ്തോത്രം. ഉപവാസം സംസാരം കൂട്ടത്തില്ല, ഉപവാസം സംസാരം കുറയ്ക്കും, ദൈവത്തോടുള്ള ശബ്ദം കൂട്ടും. ഹല്ലേലൂയ. ഈ മറിയ ഓടി എവിടെ പോയി എന്നറിയാമോ? അതാ നമ്മൾ രണ്ടാമത് വായിച്ച വാക്യം. എവിടെ പോയി? ആ നാളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. ആണ്ടോ, ഒരു മല വലിഞ്ഞ് അവൾ എന്ത് ചെയ്തു? കാരണം ഇവിടെ അകത്തങ്ങ് തീ കത്തുക, ഇവിടെ അകത്തെന്ത് ചെയ്യുക? അതാ ദൈവമക്കളെ, എത്ര അടക്കാൻ നോക്കിയാലും അടങ്ങത്തില്ല. ഈ പീഡന പ്രതിസന്ധി ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പം ഇരമ്യാവ് പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല. ഇച്ചിരി പറയാം, ഇതെന്റെ അസ്ഥിയെ എന്ത് ചെയ്യുക? അങ്ങനെ പ്രസംഗിക്കേണ്ടെന്ന് ചിന്തിച്ചാ പുൾപിറ്റി കയറുന്നത്. പക്ഷെ അന്ന് അതേ പ്രസംഗിക്കത്തുള്ളൂ. കാരണം ഇതങ്ങ് അസ്ഥി കത്തുക. ഈ മറിയ അങ്ങോട്ട് ചെന്ന് ഒരു വന്ദനം. ഈ മറിയ, ഞാൻ മറിയയുടെ കൂടെ പോവാട്ടോ, നിങ്ങൾ ഇവിടെ നിൽക്കല്ലേ, കൂടെ വാ, മറിയയുടെ കൂടെ വാ. ഈ മറിയ അങ്ങോട്ട് ചെന്ന് എന്ത് ചെയ്തു? സത്യം പറഞ്ഞ ഇവർ രണ്ടും കൂടെ ഒളിച്ചു പാർക്കുക എന്ന് പറഞ്ഞ ഈ പ്രായമായപ്പോ ഉണ്ടായ വയറ്റിനകത്തുണ്ടായ കൊച്ച, ഈ കൊച്ചകത്ത് വന്നപ്പം തൊട്ട് സെക്രിയാവ് ഭയങ്കര കെയറിങ്ങാ. ഇപ്പം കുഞ്ഞ് ഉദരത്തിൽ വരുമ്പം തൊട്ടേ റെസ്റ്റാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എന്നാ അത് അങ്ങനല്ല. ഇന്നത്തെ ശരീരഘടനയും ശരീരപ്രകൃതി അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അത് കുറ്റമായിട്ട് വിപാസ് പറഞ്ഞല്ല. ഒരു കുഞ്ഞ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഈ മറിയയുടെ വന്ദനം കേട്ടപ്പോൾ എലിസബത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സെക്കരിയാവ് ഇപ്പുറത്തുനിന്ന്, എടി ഒന്ന് തുള്ളാതടി, എടി ഒന്ന് ഒതുങ്ങടി. മിണ്ടുന്നില്ലാരും. ഞാൻ കേട്ട ശബ്ദം, എടി ഒന്ന് അടങ്ങടി. ഒന്നാമത് വയസ്സെത്തി, അതിൻ്റെ കൂടെ എന്താ പറ, അതിൻ്റെ കൂടെ ഗർഭിണിയും. പ്രസംഗ ഭാഷ അല്ലേലും കുഴപ്പമില്ല. പക്ഷെ എലിസബത്ത് പറയാ, ഞാനല്ല തുള്ളുന്നേ, എന്നെ തുള്ളിക്കുക. ഓ, ഞാനല്ല തുള്ളുന്നേ, എന്നെ തുള്ളിച്ചോണ്ടിരിക്കുക.
എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഞാൻ അടക്കാൻ നോക്കുക, പക്ഷേ എനിക്ക് നിർത്താൻ ഒക്കുന്നില്ല. ഓ, അതാ അഭിഷേകം എന്ന് പറയുന്നത്. അല്ല, ഒരു ദൈവദാസൻ വരുമ്പോ രണ്ട് തുള്ളുന്ന കാര്യമല്ല പറഞ്ഞത്. മാറിയയുടെ വന്ദനം കേട്ടപ്പോ എലിശബത്ത് പറയുക, എന്റെ അകത്തെന്തോ തുള്ളിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞ ഇമ്പാർട്ടേഷൻ എന്ന് പറഞ്ഞ അതാ. ഇമ്പാർട്ടേഷൻ സർവീസ് എവിടാ തുടങ്ങിയത്? അവിടെ തുടങ്ങിയത്, അല്ലയോ? അല്ലയോ? ഇപ്പൊ നമ്മൾ ഇമ്പാർട്ടേഷൻ എന്ന് പറഞ്ഞൊക്കെ വലിയ പേരൊക്കെ ഇട്ട് നടത്തും. പക്ഷെ ഇമ്പാർട്ട് ചെയ്തോ നമുക്ക് തന്നെ എന്ത് ചെയ്തില്ല. പക്ഷെ ഇവിടെ ഒരു അഭിഷേകം പ്രാപിച്ചവള് അതാ പറഞ്ഞേ, ഈ നദി ഒഴുകി ചെല്ലുന്നിടത്തൊക്കെ എന്ത് ചെയ്യും? എബിപ്പാസു വന്നിട്ട് നിങ്ങൾക്കൊരു ജീവൻ വന്നില്ലേ, പിന്നെ അതുകൊണ്ട് അർത്ഥമുണ്ടോ? അവിടോട്ട് ചെന്നപ്പോ എലിശബത്തിനൊരു ജീവൻ വരിക. ഈ ചിലര് വന്ന ഉള്ള ജീവനൂടെ പോവും, നാശകോശമാക്കും. പണ്ടൊരു ദൈവദാസി എന്നോട് പറഞ്ഞു, വണ്ടി എടുത്താൽ അപകടം ഉണ്ടാവുന്നു. എൻ്റെ ദൈവമേ, 6 മാസം ഞാൻ നടന്നു. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും. വണ്ടി വീട്ടിൽ വെച്ചോണ്ട് എന്ത് ചെയ്യും? ഉണ്ടെന്ന് ഞാൻ ഇതിൻ്റെ മേൽ ജയമെടുത്തി ഒക്കത്തുള്ളൂ. വീഴുവെന്നോർത്ത് വണ്ടിയെ കയറാതിരിക്കാൻ ഒക്കുവോ? ഉണ്ടെന്നില്ലല്ലോ. ഞാൻ ആത്മാവിൽ അതിൻ്റെ മേൽ ജയമെടുത്തു. അല്ല, ഇന്ന് ഞാൻ എന്ത് ചെയ്തേനെന്നറിയാമോ? ബസ് കയറി കോഴഞ്ചേരി ചെന്നിട്ട് ഇങ്ങനെ കയറി എന്ത് ചെയ്തേനെ? അഭിഷേകം നിന്റെ ബന്ധനത്തെ അഴിക്കും. അഭിഷേകം നിന്റെ കെട്ടിനെ അഴിക്കും. എത്ര പേർ നിനക്കെതിരെ ആഭിചാരം ചെയ്താലോ, എത്ര പേർ നിനക്കെതിരെ മന്ത്രം ചെയ്താലോ, എത്ര പേർ നിനക്കെതിരെ കൂടോത്രം ചെയ്താലോ, എത്ര ദുഷ്ടപ്പോരുകൾ നിനക്കെതിരെ വന്നാലോ, അതിനെക്കാട്ടി വലിയൊരു ശക്തി നിന്റെ അകത്ത് വെളിപ്പെടുക. ആകാത്ത കൈവെപ്പിനാൽ ആകാത്ത ബന്ധനം വരും. അശുദ്ധന്റെ കൈവെപ്പിനാൽ അശുദ്ധി വരും. എന്നതാ ഞാൻ പറയും, ഇമ്പാർട്ടേഷൻ വളരെ ശ്രദ്ധിച്ചോണം. പകർച്ച വളരെ ശ്രദ്ധിച്ചോണം. അത് വളരെ പ്രാധാന്യം. പകർച്ചയുണ്ട്, വിശുദ്ധ പകർച്ചയുമുണ്ട്, അശുദ്ധ പകർച്ചയുമുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ബന്ധനം അഴിക്കാൻ പോയിട്ട് എന്നേക്കുമായി ബന്ധിക്കപ്പെട്ടവരെ എനിക്കറിയാം. പക്ഷെ ഇവിടെ ആത്മാവിൽ നയിക്കപ്പെട്ട മറിയ വന്നപ്പോ മറിയയുടെ വന്ദന സ്വരം എലിശബത്തിന്റെ കാതിലോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, എലിശബത്ത് ചലിക്കാൻ തുടങ്ങി. ഓ, ഈ അഭിഷേകമുള്ളവന്റെ ശബ്ദം നിന്നെ ചലിപ്പിക്കൂ. ആത്മനിറവുള്ളവന്റെ ശബ്ദം നിന്നെ ചലിപ്പിക്കും. ഉടബ ശന്തര ദീരിക സന്തര ജാന അടബ ഖാതനബ ശംബരബ ഹത്തരബ. പേര് കേട്ട ഒരു ശുശ്രൂഷകനും അവിടെ വന്നില്ല. ഫ്ലെക്സി പേരുള്ള ഒരു അഭിഷേകനും അവിടെ വന്നില്ല. പക്ഷെ ഇവിടെ വന്ദന സ്വരം കേട്ടപ്പോ പെതുക്കെ 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 എലിസബത്ത് ചലിക്കാൻ തുടങ്ങി. അതുവരെ ഒതുക്കപ്പെട്ടൊരു കോണിലിരുന്നവള് മറിയയുടെ വന്ദനം കേട്ടപ്പോ ചലിക്കാൻ തുടങ്ങി. എവിടെങ്കിലുമൊക്കെ ഒരു ചലനം വെളിപ്പെടുന്നേ മനസ്സിലായിക്കോണം. നിന്റെ ഉരുണ്ടുമാറുക, നിന്റെ അപമാനം ഉരുണ്ടുമാറുക, നിന്റെ അപവാദങ്ങൾ ഉരുണ്ടുമാറുക. ജയം. അതുകൊണ്ട് തീർന്നോ? ഞാൻ പറഞ്ഞു വേഗം നിർത്താം, എനിക്കും പോണം. ഞാൻ പറഞ്ഞു വേഗം നിർത്താം. ഇങ്ങനെ ചലിക്കുക മാത്രമല്ല, ചലനം കൊണ്ട് നിന്നില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോ എലിശബത്ത് പ്രവാചകിയായി. അങ്ങനെ അവിടെ എഴുതിയേക്കുന്നത്. എലിശബത്ത് പ്രവചിച്ചു പറയാൻ തുടങ്ങി. ഉദരത്തിനകത്തെ കത്തലുണ്ടല്ലോ, അവളെ മാറ്റാൻ തുടങ്ങി. ഇന്ന് രാത്രി ഒരു തീ ദൈവം ഇടുന്നത്, ഒരു തുള്ളല് നിന്റെ അകത്തിടുന്നത് നിന്റെ ശബ്ദത്തെ മാറ്റാനാ, നിന്റെ ശുശ്രൂഷയെ മാറ്റാനാ. ദൈവദാസന്മാരെ, അഭിഷേകത്തിന്റെ പകർച്ച എന്തിനാ? നിന്നെ ഒരു പ്രവാചകനാക്കാനാ. ദൈവസഭ ഇമ്പാർട്ടേഷന് വില കൊടുക്കണം. ഇനിയുള്ള ദിവസങ്ങൾ ഇമ്പാർട്ടേഷൻ ആയിരിക്കണം. തലമുറകളുടെ മേൽ കൈവെക്കുമ്പോൾ ഇമ്പാർട്ടേഷൻ നടക്കണം. അടുത്തിരിക്കുന്നവരുടെ മേൽ ഇമ്പാർട്ടേഷൻ നടക്കണം. ദൈവസഭയ്ക്ക്